സന്തോഷം നേരുകയാണ്. നമ്മൾ ചെയ്ത അമലുകളെല്ലാം പിഴവുകളുണ്ടെങ്കിൽ പോലും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അഭിഷാദ് ഓക്കെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മുജീബുർ റഹ്മാൻ സാഹിബ് എത്തി. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ല, ഒരു പരിധിയിൽ സുഖമാണെന്ന് കരുതുന്നു. പെരുന്നാൾ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ദിനമാണ്. അപ്പം ഈ പെരുന്നാൾ നമ്മൾ ആഘോഷമില്ല എന്നൊന്നും നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ടതില്ല. കാരണം ആഘോഷം എന്ന് പറയുന്നതിനെ നമ്മൾ തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ്. നമ്മുടെ ആഘോഷം എന്ന് പറയുന്നത് തക്ബീറാണ്, സ്നേഹപ്പെടലാണ്, മറ്റുള്ളവരെ സഹായിക്കലാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്, ആരാധനയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ആഘോഷമെങ്കിൽ ആ ആഘോഷം ഏതു പ്രതിസന്ധിയിലും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവർ ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഞങ്ങൾ വീഗാലാൻഡിലേക്ക് പോകുന്നില്ല, ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നില്ല എന്നൊക്കെ ആയിരിക്കാം. ഈ പെരുന്നാൾ കടന്നു വരുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ കുട്ടിക്കാലത്തിൻ്റെ ഗൃഹാതുരത്വമായ ഒരു ഓർമ്മ, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആയി കടന്നു വരുന്നുണ്ട് അല്ലേ? ഇത് കേൾക്കുന്ന പലരുടെയും ഉപ്പയോ ഉമ്മയോ മരിച്ചു പോയിട്ടുണ്ടാവും. എൻ്റെയും ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഏകദേശം ഒരു 18 വയസ്സിന് മുകളിലുള്ളവരാണ് കേൾക്കുന്നുണ്ടാകുക. ഒരു 60 വയസ്സിന് താഴെയുള്ളവരാണ് ഇപ്പോൾ ഓൺലൈനിൽ ഉണ്ടാകുക എന്ന് ഞാൻ കരുതുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ പെരുന്നാൾ രാവ് എന്ന് പറയുന്നത് മൈലാഞ്ചി തിളക്കമുള്ള ഒരു രാവാണ്. നമ്മുടെ സഹോദരിമാർ, സിസ്റ്റേഴ്സൊക്കെ മൈലാഞ്ചി ഇടും. നമ്മുടെ വീട്ടുവളപ്പിൽ എവിടെയോ നിൽക്കുന്ന മൈലാഞ്ചി പൊട്ടിച്ചു കൊണ്ടുവന്ന് അരച്ച്, ആ ട്യൂബ് മൈലാഞ്ചി അല്ല, ഇടും. നമ്മുടെ ഉമ്മച്ചി അടുക്കളയിൽ മോര് കറി ഉണ്ടാക്കുന്നുണ്ടാവും. ഇറച്ചി ഇങ്ങനെ ഇഞ്ചിയും കുരുമുളകും സവാളയും ഒക്കെ ചേർത്ത് നല്ല എരിവുള്ള ഒരു ഇറച്ചിക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇഞ്ചിക്കറി എന്ന് പറയുന്ന ഒന്നുണ്ട്, പുളിയഞ്ചി എന്നും പറയും. ഇപ്പം ഞാൻ ഇപ്പോൾ ഉള്ള ചാവക്കാട് അതിന് പുളിയഞ്ചി എന്നല്ല പറയുക, മധുരേഞ്ചി എന്നായിരിക്കും പറയുക. കാരണം അതിൽ നല്ല മധുരം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇഞ്ചിയും പുളി. അഷ്റഫ് കെ സി കുറ്റൂർ, മാഷാ അല്ലാ, സുഖമല്ലേ? ആദ്യമായിട്ട് ഞങ്ങൾ ലൈവിൽ വരുന്നത് കേട്ടോ. അപ്പം അതുണ്ടാക്കുന്നുണ്ടാവും. പിന്നെ ഈ സ്രാവ്, ഉണക്ക സ്രാവ് പൊരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ ചാവക്കാടൊക്കെ ഉണക്ക സ്രാവ് എന്ന് പറയുമ്പോൾ അതൊരു ബാഡ് ഇമേജാണ്. അവിടെ അങ്ങനെ ഉണക്കമൊന്നും കഴിക്കില്ല. പക്ഷെ എൻ്റെ ഒരു ഗ്രാമമാണ് തൃശ്ശൂർ ജില്ലയുടെ കിഴക്കൻ മലയോരത്തിൻ്റെ സഹ്യപർവ്വത നിരകൾക്ക് താഴെ കിടക്കുന്ന ഹരിതാഭമായ റബ്ബർ എസ്റ്റേറ്റുകളും വയലേലകളും ഒക്കെയുള്ള ഒരു കുഗ്രാമമാണ് ദേശമംഗലം. അവിടുത്തെ കാര്യം ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഈ പറയുന്നതിൽ നിന്ന് ചെറിയ വ്യത്യാസത്തോടെയൊക്കെ ആയി നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. പെരുന്നാളിൻ്റെ ഒരു ഘോഷം പെരുന്നാൾ രാവാണ് പലപ്പോഴും ഉണ്ടാകുക. ഉപ്പച്ചി കൊണ്ടുവന്ന വേപ്പ് സോപ്പ് അല്ലെങ്കിൽ ലൈഫ് ബോയ് ആയിരിക്കും. അതിങ്ങനെ അലമാരിലിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കും. പിറ്റേന്ന് ആ റാപ്പർ പൊളിച്ചിട്ട് അത് മണക്കുമ്പോഴുണ്ടാകുന്ന ഒരു സുഖമുണ്ട്. ഇപ്പം നമ്മൾ ഏത് സോപ്പ് ഒരാഴ്ച കൊണ്ട് തീർക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഒരു പുതിയ തോർത്തും വാങ്ങിയിട്ട് കുളത്തിൻകരയിലേക്കോ കിണറ്റിൻകരയിലേക്കോ ഉപ്പച്ചിയുടെ കയ്യിൽ തൂങ്ങിപ്പോയ ഒരു ബാല്യകാലത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മ ഉണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ഇന്ന് മുഴുവൻ ഒബ്സർവ് ചെയ്ത് നോക്കി. പെരുന്നാളിന് സ്രാവ് എന്ന് പെരുന്നാളിന് സ്രാവ്. അപ്പം ഈ തരത്തിലുള്ളൊരു വീക്ഷണം പെരുന്നാളിനെ കുറിച്ച് ഞാൻ ആരും എഴുതിയതായി കണ്ടിട്ടില്ല. ഇപ്പൊക്കെ മുന്തിരിച്ചാറിൻ്റെ പെരുന്നാളാണ്. കേട്ട് കേട്ട് ആ ക്ലീഷേ കേട്ട് മടുത്തു. ഞാൻ നിൻ്റെ വാട്സപ്പും മെസ്സഞ്ചറിലും എഴുതിയിട്ടു, ആരും എനിക്ക് പെരുന്നാൾ ആഘോഷം അറിയിക്കണ്ട എന്ന് കരുതി. ചത്ത മെസ്സേജുകളാണ് അതൊക്കെ അല്ലേ? അപ്പം ആ പെരുന്നാളിൻ്റെ രാവിലെ പോയില്ല കുളി. തിരിച്ച് ഉപ്പായുടെ കയ്യിൽ തൂങ്ങിയിട്ട് പുരുഷന്മാർ, സ്ത്രീകളൊരു മിനിറ്റ് ക്ഷമിക്കട്ട,
കുറേ എഴുത്തുകാരികളൊക്കെ ലൈനിലുണ്ട്. നമ്മൾ പള്ളിയിലേക്ക് പുതിയ ഉടുപ്പിട്ട് പോകുന്നൊരു രംഗമുണ്ട്. വാവ്, നിങ്ങൾക്കത് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കുത്തുബ നടക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മയിൽ ഞാൻ കുത്തുബയൊന്നും ശ്രദ്ധിക്കാറില്ല. പകരം കണ്ണുകൾ ഇങ്ങനെ അരിച്ചു നടക്കും അടുത്തിരിക്കുന്നവരുടെ ഷർട്ടിലേക്ക്. അവൻ്റെ ഷർട്ടാണോ എൻ്റെ ഷർട്ടാണോ ഭംഗിയുള്ളത്, അവൻ്റെ കളർ എന്താണ്, അതൊക്കെയാണ് അന്നത്തെ കുട്ടിക്കാലത്തെ ചന്ദ്രിക സോപ്പ്. കുതൂഹലങ്ങൾ അതാണ്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ വാഴയുടെ ഇല വെട്ടിയിട്ടുണ്ടാവും. പുൽപ്പായിൽ 4-5 വാഴയിലയുടെ വെട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് ചൂടുള്ള കുത്തരിച്ചോറ് ഇങ്ങനെ ഉമ്മ കൊടുന്നിട്ട് അതിങ്ങനെ പരത്തും വാപ്പച്ചി. നമ്മുടെ സിസ്റ്റേഴ്സും നമ്മുടെ ബ്രദേഴ്സും ഒക്കെ ഇങ്ങനെ ചുറ്റുഭാഗത്തിരിക്കും. ഒരുപക്ഷെ ലൈഫിൽ ആദ്യം പെരുന്നാളിന് മാത്രമായിരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ടാകുക. അങ്ങനെ നടുവിൽ ഇങ്ങനെ മോരുകറി ഒഴിക്കും. ചെവിയിൽ വെക്കുന്ന സെന്റ് മറന്നുപോയതാണ്. പഞ്ഞിയിൽ മുക്കിയ അത്തൻ്റെ ഒരു പേരുണ്ടല്ലോ, മജുമ അല്ലെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ്. എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമാണ്. മേലെ കുറേ ആൾക്കാർ സ്പോൺസർ ചെയ്തിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല, കണ്ട. അപ്പോൾ അതൊക്കെ ചെവിയിൽ വെച്ചിട്ട് ഉറുമാല് കെട്ടിയിട്ട് പോയിട്ടുണ്ടാകുക. എല്ലാവരും പഴയ ഓർമ്മയിലേക്ക് പോകുന്നുണ്ടല്ലോ. എന്നിട്ട് അതിങ്ങനെ നടുവിൽ കറി ഒഴിച്ചാൽ ഓരോ ഭാഗത്തും ഇങ്ങനെ കഴിക്കും. ഉപ്പ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ തട്ടിയിട്ട് തരും. നല്ല എരിവുള്ള പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ മനോഹരമായ ഇറച്ചി ഇങ്ങനെ എടുത്ത് കടിക്കുമ്പോൾ, വലിയ പപ്പടം കൂട്ടുമ്പോൾ, ഇടയ്ക്കൊക്കെ നിങ്ങളിപ്പോൾ കളിയാക്കിയ സ്രാവ് ഇടുന്ന് കടിക്കുമ്പോൾ, ഇഞ്ചി മണമുള്ള ഇഞ്ചിപ്പുളി കഴിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. നമ്മൾ പതുക്കെ പെങ്ങന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ ചോറ് തട്ടിയിടും. അന്ന് വാരിത്തന്ന ഉപ്പമാരെവിടെയാണ് നിങ്ങളുടെ പലരുടെയും ഖബറിലില്ലേ? ഈ പെരുന്നാളിൻ്റെ രാത്രിയിൽ നമുക്കവരെ ഓർക്കാൻ പറ്റുന്നുണ്ടോ? 1 മിനിറ്റ് കേട്ടോ, ആരും പോകണ്ട. ഞാൻ പെരുന്നാളിൻ്റെ ഒരു ഖുതുബയിൽ പറയുന്ന ഈ നൊസ്റ്റാൾജിക്, നമ്മുടെ പഴയ നബാത്തി ഖുതുബയിൽ പറയുന്നത് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം. നിർഭാഗ്യമേ, ഖുതുബയുടെ ഏട് പള്ളിയുടെ ഉള്ളിലാണ്. കരയിപ്പിക്കുന്നില്ല. അപ്പം എങ്ങനെ നമുക്ക് കരയാതിരിക്കാൻ പറ്റുക നമ്മുടെ ഉപ്പയെ ഓർക്കുമ്പോൾ? എന്നാലും ഞാൻ കരയുന്നില്ല. ഞാൻ ബോധപൂർവം കരയുന്നതല്ലോ. 637 ആളില്ലേ, ഒന്ന് ഷെയർ ചെയ്ത് കിട്ടോ, കുറേ ആൾക്കാർ വരട്ടെ. അപ്പം ആ ഖുതുബയിൽ പറയുന്നുണ്ട്, അകലങ്ങളിലുള്ളവരെല്ലാം അടുത്തു വന്ന് ഒരുമിച്ചു കൂടുന്ന ദിവസമാണിന്ന്. അല്ലേ? അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ കുട്ടികളൊക്കെ പുതിയ ഷർട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങും. വാപ്പയും ഉമ്മയൊക്കെ ഒന്നിങ്ങനെ അടക്കയും പോലെയും ചുണ്ണാമ്പൊക്കെ കൂട്ടി, പപ്പടം മറന്നിട്ടില്ല, പുറത്തുനിന്ന് മുറുക്കുമ്പോൾ നമ്മൾ പോകും. പെൺകുട്ടികളൊക്കെ അടുത്ത വീട്ടിൽ ഒപ്പനയുണ്ടാവും. കുരുകുരു മെച്ചം പെണ്ണുണ്ടോ, കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഒപ്പന. ആൺകുട്ടികളൊക്കെ എവിടേക്കെങ്കിലും ഫുട്ബോൾ കളിക്കാനോ ചട്ടിപ്പന്ത് കളിക്കാനോ പോയിട്ടുണ്ടാവും. ഒരു പെരുന്നാളിൻ്റെ രാവും പകലും അന്ന് വല്ലാത്ത ആരവങ്ങളുടേതായിരുന്നു. ഒരു പകൽ മുഴുവൻ സിനിമാ തിയേറ്ററിൽ പോയിട്ട് ഇരുന്നിട്ടില്ല അന്നത്തെ ഭൂതകാലത്ത്. അല്ലെങ്കിൽ വീഗാലാൻഡിലെ കൃത്രിമമായി ഉണ്ടാക്കിയ പ്രകൃതിയിൽ ആരും പോയി രമിച്ചിട്ടില്ല. സൗഹൃദങ്ങളായിരുന്നു. അമ്മായിയുടെ ഇളയമ്മയുടെ ഒക്കെ വീട്ടിലേക്ക് പോവും. ചെല്ലുന്നിടത്തു നിന്നൊക്കെ പൈസ കിട്ടും. അത്രമേൽ മനോഹരമായ പെരുന്നാളിൻ്റെ ഒരു ഗൃഹാതുരത്വമായ ഓർമ്മ നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഈ കോവിഡ് കാലത്തെ പെരുന്നാൾ പോകട്ടെ, അതല്ലാത്ത പെരുന്നാളിൽ സമീപകാലത്തൊക്കെ എന്താ ഉണ്ടാകാറുള്ളത്?
നമ്മൾ എടുക്കുന്ന വസ്ത്രത്തിന് നമുക്ക് വലിയ ആവേശം തോന്നിയിട്ടുണ്ടോ? കാരണം നമ്മൾ ഓരോ ഫങ്ഷൻസിനും പുതിയതായ ഭക്ഷണം എടുക്കുകയാണ്, വസ്ത്രം എടുക്കുന്നുണ്ട്. ഓരോ കല്യാണത്തിനും വസ്ത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാളിൻ്റെ വസ്ത്രത്തിൽ ഒരു പുതുമയും ഉണ്ടാകാറില്ല. നീലഗിരിക്കാർക്ക് ഒരു സലാം പറയണം. അസ്സലാം വലൈക്കും. നീലഗിരി മനോഹരമായ ഒരു പ്ലേസാണ്, ഞാൻ പലവട്ടം പോയ സ്ഥലമാണ്. എല്ലാവർക്കും അസ്സലാം വലൈക്കും. അപ്പം ശരിയാണ്, സത്യം. ഇന്നത്തെ പെരുന്നാളൊക്കെ ഒരു മരവിപ്പിൻ്റേതാണ്. പിന്നെ ഉമ്മച്ചി ഇല്ലാതെ ആയി പോയാൽ തന്നെ നമ്മുടെ പെരുന്നാളിനൊന്നും വലിയ രസം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കരയിപ്പിക്കില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഒരു മനോഹരമായ പെരുന്നാൾ കിട്ടുന്നുണ്ടോ? ടെലിവിഷൻ്റെ മുന്നിൽ പെരുന്നാളിന് മാത്രം സംപ്രേഷണം ചെയ്യുന്ന ചില വാർപ്പ് രീതികളുള്ള സിനിമ കണ്ടിട്ട് ഒരു പകൽ കഴിയല്ലേ. അജീർണം ബാധിക്കുന്ന ബിരിയാണി കഴിച്ച് ഒരു പകൽ ഉറങ്ങി തീർക്കുകയല്ലേ നമ്മുടെ പെരുന്നാൾ. ഈ കോവിഡ് കാലത്തെ പെരുന്നാളിനെ കുറിച്ചല്ല പറയുന്നത്. അത്തരം ഒരു മാഷാ അല്ലാഹ്. ഓണംപള്ളി ഉസ്താദ് ലൈനിൽ വന്നിട്ടുണ്ട്. പല പ്രാവശ്യവും ലൈനിൽ ഓണംപള്ളി ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആമീൻ പറയും. അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. എൻ്റെ ഒരു ഉപദേശകനാണ്, നന്മ കാംക്ഷിക്കുന്ന ആളാണ്. ഇത്രമേൽ ഉയരത്തിലിരിക്കുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, സംസ്കൃതത്തിലും നിയമപഠനത്തിലൊക്കെ വലിയ നിലയിലെത്തിയ ഒരാൾ, നൂറുകണക്കിന് ശിഷ്യന്മാർ, മതഭൗതിക വിദ്യാഭ്യാസം നേടി തൃശ്ശൂർ MICയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്, SKSFിൻ്റെ സംസ്ഥാന നേതൃത്വ നിരയിൽ പ്രശോഭിതമായ യശോധന്യമായ ഒരു കാലഘട്ടത്തെ പ്രതിനിധാനം ചെയ്ത് സാരഥ്യം വഹിച്ച ഒരാൾ. നമ്മുടെ ആൾക്കാരുടെയൊക്കെ ഒരു വിനയം അതാണ്. അദ്ദേഹത്തിനൊന്നും നമ്മുടെ ലൈനിൽ വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പ്രശ്നമുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല. എന്നാലും നല്ലൊരു മുബാറക്കായ രാവല്ലേ. എല്ലാവരും രാമി മനസ്സിലെങ്കിലും പറയൂട്ടോ, കമൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും. അല്ലാഹു കുട്ടിക്ക് കണ്ണിന് കാഴ്ച കൊടുക്കട്ടെ. അവരുടെ ഉപ്പ ചെറിയൊരു പ്രയാസമുള്ള അസുഖത്തിലാണ്. അല്ലാഹു ശിഫ പ്രദാനം ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. ഏറ്റവും പ്രാർത്ഥന കേട്ട് ഉത്തരം കിട്ടുന്നത് രാത്രി കൂടിയാണിത്. അപ്പോൾ ചുരുക്കത്തിൽ ഉസ്താദ് വന്നതിന് സന്തോഷം. താങ്ക് യു. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അങ്ങനെ ഒരു പെരുന്നാളിൻ്റെ ആസ്വാദ്യ മധുരതരമായ ഒരു ഓർമ്മ ഒരു 2050 ഓർക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് പെരുന്നാൾ. പോയിന്റ് നമ്പർ 2, ഈ കോവിഡ് കാലത്തെ പെരുന്നാൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടതൊന്നുമില്ല. നമുക്ക് പള്ളിയിൽ ആരാധിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നമുക്ക് തരും. നമ്മുടെ ആഗ്രഹമായിരുന്നു പള്ളിയിലൊക്കെ പോയി ആരാധിക്കണം, ആ കൂട്ടായ്മ ഉണ്ടാകണം എന്നൊക്കെ. പക്ഷേ കോവിഡ് ജാഗ്രതയുടെ ഫലമായി നമുക്ക് പറ്റിയിട്ടില്ല. പലപ്പോഴും മറ്റു പല രംഗങ്ങളും സ്വാതന്ത്ര്യം അനുവദിച്ചപ്പോഴും ഇതിന് പറ്റിയിട്ടില്ല. ഞാനെന്തായാലും ഈ ലൈവിൽ ഒരു പൊളിറ്റിക്കൽ ചർച്ചയിലേക്കില്ല. അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് 1 മണിക്കൂർ മുമ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടോളൂ. അപ്പം എന്തുട്ടാ പറയാ, അത്തരം ഒരു അവസ്ഥയിലാണ് ഈ പെരുന്നാൾ വന്നിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, വരാനിരിക്കുന്ന ദിവസങ്ങൾ, നമ്മളെപ്പോഴും പ്രതീക്ഷകളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് എങ്കിലും പറയാണ്, ഒട്ടും പ്രതീക്ഷാജനകമായിരിക്കില്ല നമ്മുടെ ഭാവി എന്ന് തോന്നുന്നു. ഈ റമദാനിൽ നമ്മുടെ കരുതലും പ്രാർത്ഥനകളും ഒക്കെ നീണ്ടു നിൽക്കേണ്ടി വരും. ഇനി ഓഗസ്റ്റ് മാസം വരാൻ പോവുകയാണ്, പ്രളയത്തിൻ്റെ വാർഷികം. ചില നിരീക്ഷകന്മാരൊക്കെ പറയുന്നത് ഈ വർഷവും അതിശക്തമായ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് അടിച്ചു പൊളിക്കുക? പരിമിതമായി ജീവിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഷേബ് അബി താലിബിൽ മാസക്കണക്കിന് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് പ്രവാചകനും സഹാബത്തും ജീവിച്ചു തീർത്തിട്ടുണ്ട്. ഖന്തക്കിൻ്റെ കിടങ്ങ് കീറുമ്പോൾ, നമ്മൾ മദീനയിൽ ഖന്തക്കിലേക്ക് പോകാൻ വിട്ടുപോയതാണ്. അങ്ങനെ കിടങ്ങ് കീറുമ്പോൾ വളരെ രൂക്ഷമായ ക്ഷാമം അനുഭവപ്പെട്ട കാലം, ഭക്ഷണമില്ലാതെ സഹാബത്ത് തളർന്നുപോയ കാലത്ത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വന്നിട്ട് ഷർട്ട് പൊക്കി കാണിച്ചിട്ട്, ഹബീബെ വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, ഒരു കുബൂസെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹബീബ നെഗറ്റീവായ സന്ദർഭത്തെ പോസിറ്റീവായി മാറ്റുകയാണ്.
ഒരു സത്യവിശ്വാസി എപ്പോഴും ചെയ്യേണ്ടത് അങ്ങനെയാണ്. സത്യവിശ്വാസിക്ക് ഒരിക്കലും നെഗറ്റീവ് ഇല്ല, നിരാശയില്ല. അവനെപ്പോഴും പോസിറ്റീവായി ഏത് പരിതസ്ഥിതിയെയും ഏത് ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിലും ഏത് സാഹചര്യങ്ങൾക്കിടയിലും അവൻ നെഗറ്റീവിനെയൊക്കെ പോസിറ്റീവായി കാണും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ്. ഏത് ചിരി? കഴിഞ്ഞ 26 ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ ചിരി. നിങ്ങളൊന്ന് കമന്റ് ചെയ്തു. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൽ പോലെ മനോഹര മനോഞ്ചമായി പുണ്യനബി പുഞ്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഹബീബായ നബി തൻ്റെ കമീസ് കയറ്റിയിട്ട്, മോനെ മുത്തേ, ഞാൻ 2 കല്ലാടാ വെച്ച് കെട്ടിയിരിക്കുന്നു എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൻ്റെ മുന്നിൽ മറുപടി ഇല്ലാതെ തൻ്റെ ഹബീബ് ത്യാഗം സഹിക്കുന്നു എന്ന് കണ്ട് തിരിച്ചു പോവുകയായിരുന്നു ആ സഹാബി. ആ പോക്ക് കണ്ട് ഖന്തക്കിൻ്റെ കിടങ്ങ് കീറുന്ന വേളയിൽ തിരുമേനി ചിരിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം നമ്മൾ വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. ഖുർആൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, വലനബുലുവന്നക്കും ബിശൈഇം മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. എല്ലാവർക്കും പേടിയായില്ലേ? വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. വരാൻ പോവുകയാണ്. 970 ഞാൻ സംസാരിക്കുന്ന ഈ ചാവക്കാട്ട് നിന്ന് വേലായുധൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നത്, അല്ലാതെ പത്തേമാരി എന്നതിലെ സിനിമയിലെ കാര്യങ്ങളല്ല. ഈ ചേറ്റുവ അഴിമുഖത്ത് നിന്ന് ലോഞ്ച് കയറി അൽക്കോബാറിലേക്ക് എറിയപ്പെട്ട ഒരു ജീവിതം 970കളുടെ ആദ്യ പാദങ്ങളിൽ. അങ്ങനെയാണ് ഗൾഫ് സമ്പത്തിൻ്റെ ഒരു വിഭവ സമാഹരണം കേരളത്തിലേക്ക് ഒഴുകുന്നത്. മുത്തുപെറുക്കിയും മത്സ്യം പിടിച്ചും ജീവിച്ചിരുന്ന അറബികൾക്ക് മുന്നിൽ വിദൂരമായി പരന്നു കിടക്കുന്ന സൈകത ശൈലങ്ങളിൽ കാഫിലകളായി നടക്കുകയായിരുന്നു അറബികൾ. ആ രാജ്യത്ത് പോയി മലയാളിയുടെ വിയർപ്പും ആരോഗ്യവും ചെലവഴിച്ച് ദാർശനികമായി ചിന്തിക്കാൻ കഴിയുന്ന ഷെയ്ഖ് സായിദിനെ പോലെയുള്ള അറബ് ഭരണാധികാരികളുടെ കൃത്യമായ ഇടപെടലുകളിൽ ഇടപെട്ട് മലയാളികൾ കേരളത്തിൻ്റെ അഭിമാനമായി മാറി. എന്നിട്ടാണ് കേരളത്തിലേക്ക് ഭക്ഷണ വിഭവങ്ങളൊക്കെ ഒഴുകിയെത്തിയിട്ടുള്ളത് അല്ലേ? ഇവിടുത്തെ മസ്ജിദുകൾ ഉണ്ടായത്, പള്ളികൾ ഉണ്ടായത്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കരിമ്പുകൾ മാറി ഗ്യാസ് സിലിണ്ടറുകൾ വന്നു ചേരുന്നത്, ഓലമേഞ്ഞ നമ്മുടെ വീടുകൾ ഓടുമാറുകയും പിന്നെ ഓടുമാറി കോൺക്രീറ്റ് സൗധങ്ങളാവുകയും മാറിയത്, സൈക്കിള് മാത്രമുണ്ടായിരുന്ന അതുമില്ലാത്ത വീടിൻ്റെ പോർച്ചുകളിൽ പോർഷെ കാറുകൾ വന്നു നിന്നത്, അതൊന്നും തെറ്റല്ല. അവരുടെയൊക്കെ പ്രവാസിയുടെ വിയർപ്പിൻ്റെ വിലയുണ്ട്. പക്ഷെ അതിനു മുമ്പ് പച്ചമുളക് ഉപ്പിൽ കൂട്ടി കുടിച്ചിരുന്നൊരു കാലം കഴിഞ്ഞു പോയി. മഹാനായ ഷെയ്ഖ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് പറയുകയുണ്ടായി, അദ്ദേഹം പൊന്നാനിയിൽ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കുമ്പോൾ രാത്രി ഭക്ഷണത്തിന് ഈ കടലപ്പിണ്ണാക്കില്ലേ, കടലപ്പിണ്ണാക്ക്, അതാണത്രേ ഉണ്ടായിരുന്നത്. ഒരു ഗ്ലാസ് വെള്ളം, ഇത്തിരി കടലപ്പിണ്ണാക്ക്. ഇതിലൊരു 20 വയസ്സിന് താഴെയുള്ളവർ കേൾക്കുന്നുവെങ്കിൽ അവർക്കത് ഊഹിക്കാൻ പറ്റുമോ? എനിക്ക് പോലും ഊഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈ പച്ചമുളകും ഇത്തിരി ഉപ്പും തരും. പടച്ചവനെ, ഈ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലൊന്ന് മുക്കും. 1 നൂറ്റാണ്ട് മുമ്പുള്ള കഥയൊന്നുമല്ല പറയുന്നത്. കോയക്കുട്ടി ഉസ്താദ് ഈ അടുത്തല്ലേ മരിച്ചുപോയത്, ഒരു 70 കൊല്ലം മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് പച്ചമുളക് ഉപ്പിൽ കൂട്ടി ഒന്ന് കടിക്കും. എന്നിട്ട് ഈ കടലപ്പിണ്ണാക്ക് കഴിക്കും രാത്രി. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഉമ്മമാര് അടുക്കളയിൽ വറ്റൂറ്റിയിട്ട് നമുക്ക് തരും. എന്നിട്ട് ഉമ്മ ആരും കാണാതെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, അങ്ങനെ ഒരു ഭൂതകാലത്തിൻ്റെ ഇന്നലകൾ നമുക്ക് കഴിഞ്ഞുപോയി. ആ ഒരു ഘട്ടത്തിലേക്ക് മലയാളി മുസ്ലിം തിരിച്ചു മടങ്ങാൻ പോവുകയാണ്. അത് COVID-19 മാത്രം ഫലമായിട്ടല്ല, അള്ളാഹുവിൻ്റെ ഒരു ചില ഇടപെടലുകളുണ്ട്. മിനൽ ജൂഇ വനഖ്സിം മിനൽ അംവാൽ വസ്സമറാത്ത്. പരിശുദ്ധ വേദഗ്രന്ഥമേ ഖുർആൻ,
ഗൾഫിൽ പോയപ്പോൾ നമുക്ക് അവർ പൈസ അയച്ചു തന്നു. ധാരാളം പ്രവാസികൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ലൈവിൽ ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി കൂടി സംസാരിക്കട്ടെ. ദീർഘിച്ച് പറയുന്നില്ല. അവർക്ക് ഇതിന് ശേഷം ഒരു സർപ്രൈസ് ഉണ്ട്. ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇപ്പം എത്ര ഷെയറായി ഒന്ന് കമൻറ്റ് ചെയ്യും. ഇതിലിടയിൽ സംസാരിച്ചാലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളൊരു വിഷയത്തെക്കുറിച്ച് പറയില്ല. അവരവിടെ ജോലി ചെയ്തിട്ട് നമ്മളിവിടെ ഉണ്ടാക്കുന്നു, വലിയ ഗേറ്റ് പണിയുന്നു, വലിയ വീടുണ്ടാക്കുന്നു, നല്ല കാര്യം. പള്ളി പണിയാൻ നേരത്ത് നമ്മളവിടെ പിരിവിട്ട് പോകുന്നു. ഇവിടെ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് പിരിവെടുക്കുന്നു. അങ്ങനെ പ്രവാസികളെ കറവപ്പശുവാക്കി നമ്മൾ. നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിലെ സഹോദരങ്ങൾ എന്താണ് അപ്പോൾ ചെയ്തതെന്നറിയോ? ഒരു നൂറ്റാണ്ടിന് മുമ്പ് അവർ പാലായിൽ നിന്നും കോട്ടയത്ത് നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കാഞ്ഞാറിൽ നിന്നും ഒക്കെ നമ്മുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലേക്ക് വന്നു. നിങ്ങളുടെ പലരുടെയും കോഴിക്കോട് ജില്ലയുടെ സഹ്യപർവ്വത നിരകൾക്ക് താഴെ വയനാട്ടിൽ അങ്ങനെ വന്നിട്ടവർ മൊട്ടക്കുന്നുകൾ വാങ്ങി, തരിശ് നിലങ്ങൾ വാങ്ങി, അവിടെ റബ്ബർ വെച്ചു, കപ്പ വെച്ചു, അവിടെ കൃഷി ചെയ്തു. അപ്പോൾ മലയാളി മുസ്ലിങ്ങളൊക്കെ പറഞ്ഞു, ഇവരെന്തൊരു വിഡ്ഢികളാണ്. നമ്മളെന്തായിരുന്നു? ഗൾഫിലേക്ക് വണ്ടി കയറിയായിരുന്നു. SSLC തോറ്റാ ഉടനെ ഗൾഫ്. മാഷാ അല്ലാ. പക്ഷേ അന്ന് വിയർപ്പൊഴുക്കിയ അച്ചായനുണ്ടല്ലോ, ചങ്ങനാശ്ശേരിയിൽ അച്ചായൻ. ഇന്ന് നിങ്ങൾ ബാലുശ്ശേരിയിലൊന്ന് പോയി നോക്ക്, വയനാട്ടിൽ പോയി നോക്ക്. അവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ KSRTCയുടെ ആനവണ്ടികളുടെ ബോർഡ് കോട്ടയം, പാല, ചങ്ങനാശ്ശേരി എന്നായിരിക്കും. എൻ്റെ കുറച്ച് മുമ്പൊക്കെ ഞാൻ ആലോചിച്ചു, എന്താണ് ഈ കോട്ടയം, പാലയ്ക്ക് മാത്രം ഇത്രയധികം KSRTCകൾ? അവർക്ക് മാത്രം സർവീസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മാണി സാറൊക്കെ ഇടപെട്ട് ചെയ്തു കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി, ഇൻവെസ്റ്റ് ചെയ്തില്ല. മലയാളി മുസ്ലിം ഇൻവെസ്റ്റ് ചെയ്തില്ല. അവൻ ഒരുപാട് നന്മയിൽ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ ജീവിതം കഴിഞ്ഞിട്ടല്ലേ മരിച്ചു പോവുക. ഇവിടെ നന്നായി റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇവിടെ നീ നമുക്ക് നന്മ ചെയ്യണേ. മാഷാ അല്ലാഹ്, ലിയാവുദ്ദീൻ ഫൈലി ഉസ്താദ് ലൈനിലുണ്ട് എന്നിവിടെ മെൻഷൻ ചെയ്തു. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിലെ പ്രൊഫസർ. അതിനപ്പുറം വളരെ ദാർശനികമായി സോഷ്യൽ മീഡിയയെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തുന്ന നല്ലൊരു ഉസ്താദാണ്. അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. അപ്പം ഇപ്പം എന്തായി? അവിടെ പൊട്ടിയ, ഗൾഫ് പൊട്ടിയ നമ്മൾ പൊട്ടുകയാണ്. ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ഉണ്ട്. 2 നില ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അവരുടെ വീട്ടിൽ ചിലപ്പോൾ അന്നം ഉണ്ടാവില്ല. പരമദരിദ്രരായ ആളുകൾക്ക് ഈ പെരുന്നാളിനും ഫിത്രകളും ക്യാഷും കിറ്റുകളും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ നന്നായി സമ്പത്തുള്ള ആളുകൾ പിന്നെ അത് ആവശ്യമായി വരില്ല. പക്ഷേ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ഉണ്ട്. ഭർത്താവ് ഗൾഫിലാണ്, പേരൊക്കെ ഉണ്ട്, ചിലപ്പോൾ വീട്ടിലൊരു കാറും ഉണ്ടാവും പോർച്ചിൽ. പക്ഷേ ഭക്ഷണമില്ല, കടങ്ങളാണ്. അങ്ങനത്തെ അവസ്ഥ ഉണ്ടായില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരെ, വരാനിരിക്കുന്നത് ഒരു ക്ഷാമകാലമാണ്. ഇതൊരു പ്രവചനം പോലെ വേണമെങ്കിൽ കേട്ടോളൂ. ഞാനൊരു പ്രവാചകനല്ല. ഈജിപ്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമയോട് സ്വപ്നം വ്യാഖ്യാനിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ? ക്ഷാമകാലത്തിന് വേണ്ടി അദ്ദേഹം യൂസുഫ് നബി അലൈഹി സ്വലാം കരുതി വെക്കാൻ പറഞ്ഞു. ഭക്ഷണ വിഭവങ്ങൾ കരുതി വെക്കേണ്ട, സമ്പത്തൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ട, ഒരു ഹോം പ്ലാനിങ്, ഇക്കാര്യത്തിൽ ഒരു എക്കണോമിക്കൽ പ്ലാനിങ് ഉണ്ടാക്കേണ്ട ഒരു കാലത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കൊരു ഗവൺമെൻറ് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഒരു സന്നദ്ധ സംഘടനക്കും ഒരു പരിധിയിലപ്പുറം നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ആലോചിച്ചുകൊണ്ടായിരിക്കണം നാളത്തെ പെരുന്നാളിൻ്റെ പകലിലേക്ക് നമ്മൾ ഉണരുന്നത്. നിങ്ങളിത് എഴുതി വെച്ചോളൂ. വരാനിരിക്കുന്ന 2 പതിറ്റാണ്ടുകളിൽ ഒരുപക്ഷെ മലയാളി ലോകം പൊതുവെയും വിശിഷ്യ മുസ്ലിം മലയാളിയും ഈ ഒരവസ്ഥയെ നേരിടാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥനയല്ലാതെ, പരമകാരുണികനും ദയാലുവായ അള്ളാഹുവിൻ്റെ ഇടപെടലല്ലാതെ രക്ഷപ്പെടാൻ മാർഗമൊന്നുമില്ല. നോക്കൂ, നിങ്ങളവിടെ പലരുടെയും ജോലി ഇപ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കല്യാണത്തിന് വീടിരിക്കാൻ പോകുമ്പോൾ അപ്പോൾ നമുക്കൊരു കോയിൻസ് വേണം, അല്ലേ? ഹൈ ഹീൽ ചെരുപ്പും റോയൽ മിറാജിൻ്റെ മണവും ലിനൻ്റെ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ പള്ളിയിലേക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കി വന്നു. ഗൾഫുകാരൻ വീടിരിക്കാൻ പോകുമ്പോൾ ഭാര്യ പറയും, എനിക്ക് കോയിൻസ് കൊടുക്കണം, ഒരു 2000 രൂപ കൊടുത്താൽ പോരാ, കോയിൻസ് തന്നെ കൊടുക്കണം. ഏത് കല്യാണത്തിനും ഡ്രസ്സ് എടുക്കണം. ഇത് ഗൾഫുകാരുടെ മാത്രം കാര്യമല്ല, എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നു. അടിച്ചു പൊളിക്കുകയായിരുന്നു നമ്മൾ.
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരൻ കൃത്യമായി ഇടപെട്ടു. അവൻ്റെ റബ്ബറിൽ നിന്ന് റബ്ബർ പാൽ ഒഴുകാൻ തുടങ്ങി. അവൻ്റെ ഏലവും കുരുമുളകും സഹ്യപർവ്വത നിരകളുടെ താഴ്വരകളിൽ നിന്ന് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. പണ്ടവൻ വിയർപ്പൊഴുക്കി മൊട്ടക്കുന്നുകൾ നിരത്തുമ്പോൾ കളിയാക്കിയ മലയാളി മുസ്ലിമെ സമ്പന്നമായ ഗൾഫിൻ്റെ വിഭവത്തിൽ മാത്രം കണ്ണുനിട്ടിരുന്നവരെ നമുക്കെവിടെയോ പാളിപ്പോയിട്ടുണ്ടോ? സത്യത്തിൽ ഏതെങ്കിലും നല്ല കാര്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തോ നമ്മുടെ പണം? വലിയ വലിയ മതിലുകൾ കെട്ടി ഞാനും നിങ്ങളും, വലിയ വലിയ വീടുകൾ. എൻ്റെ പള്ളിയുടെ മുന്നിൽ ഒരു വർഷം മുമ്പേ ഒരു വെള്ളിയാഴ്ച ഒരു വാതിലൊരു മുട്ട് കേട്ടു. വെള്ളിയാഴ്ച പൊതുവെ ഉസ്താദ്മാർക്ക് ആ മുട്ട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല, ക്ഷീണിച്ച് ഉറങ്ങുന്നൊരു സമയമായിരിക്കും. ഞാൻ ഇത്തിരിയൊക്കെ ഒരു നിരാശയോടെ വാതിൽ തുറന്നപ്പോൾ 12 വയസ്സുള്ള ഒരു ചെറുക്കൻ മുമ്പിൽ. എന്തേന്ന് ചോദിച്ചപ്പോൾ അവൻ ഉമ്മ എന്ന് വിളിച്ചു. അപ്പോൾ അവൻ്റെ ഒരു ഉമ്മ മുന്നിലേക്ക് വന്നു. ഒരു 40-45 വയസ്സുള്ള ഒരു സ്ത്രീ. ഒട്ടും സന്തോഷമില്ല. ഞാൻ ചോദിച്ചു എന്തുട്ടാണ് കാര്യം? അപ്പോഴവർ പറഞ്ഞു ഈ ഫയലൊന്ന് നോക്കാൻ. ഞാൻ പറഞ്ഞു നിങ്ങളത് കമ്മിറ്റിക്കാരെടുത്ത് കൊടുത്തു. അവർ പറഞ്ഞു ഉസ്താദെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പേമാരി പോലെ കരഞ്ഞിട്ട് പറയാ, ഞങ്ങൾ ഷാർജയിലായിരുന്നു വർഷങ്ങൾ ഒരുപാട്. നാട്ടിൽ ലീവിൽ വന്നപ്പോൾ ഭർത്താവിന് കോഴിക്കോട് വെച്ച ഒരു ആക്സിഡൻറ്റ് പറ്റി. ഒരു വശം മൊത്തം കുഴഞ്ഞു പോയി. കഴിഞ്ഞ 9 വർഷമായി, അത് എന്നോട് പറയുന്ന അന്ന് 9 വർഷമായി അദ്ദേഹം കിടപ്പിലാണ്. 2 പെൺകുട്ടികളും ഈ ഒരു ആൺകുട്ടിയും ഉണ്ട്. ആ ഉമ്മ പറയാണ് ആ മൂത്ത പെൺകുട്ടിയുടെ കല്യാണമാണ്. ഒരു മെയ് 20-ാം തീയതിയാണ് പറഞ്ഞത്. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫേസ്ബുക്കിലല്ല, പഴയതിലായിരുന്നു. അങ്ങനെ കല്യാണമാണ്. ഞാൻ 3 മാസമായി ഓരോ പള്ളിയുടെ മുന്നിലും ഇങ്ങനെ പോയി നിൽക്കുന്നു. 18,000 രൂപയാണ് ഉസ്താദെ കിട്ടിയിട്ടുള്ളത്. മെയ് 20-ാം തീയതിയാണ് കല്യാണം. ഏപ്രിൽ മാസത്തിലാണ് എന്നെ കാണാൻ വന്നത്. ഓ അതിപ്പോൾ സാധാരണ ഉണ്ടാകുന്നതല്ലേ ഞാൻ കരുതി. പിന്നെ പറഞ്ഞു എൻ്റെ മോള് നന്നായി പഠിക്കും ഉസ്താദെ. അവൾക്ക് SSLCയിലൊക്കെ ഫസ്റ്റ് എ ഗ്രേഡ് ആയിരുന്നു എല്ലാത്തിലും. അവൾ +2 പഠിച്ചു. അവൾക്ക് എൻട്രൻസ് എഴുതി MBBSൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം. നടന്നില്ല. ഞാൻ അവൾക്കൊരു ടൈലറിംഗ് മെഷീൻ മേടിച്ചു കൊടുത്തു. അവളിപ്പോൾ വീട്ടിൽ അടിക്കുകയാണ്. അവളത് സഹിച്ചു. അതും എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തില്ല. ഞാനൊരു ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുകയാണ്. ഓരോ മാസവും എനിക്ക് കിട്ടുന്നത് 7,000 രൂപയാണ്. ഒരാഴ്ചയിൽ 2 തവണ എൻ്റെ ഈ ഭർത്താവിന് ഡയാലിസിസ് ചെയ്യണം. വാഹനത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണം. ഒരു ഡയാലിസിസിന് 1,500 രൂപ. കൊണ്ടുപോകാനൊക്കെ ആയി ഒരു 3,000 രൂപ 6,000 രൂപ 2 തവണയായി പോകാൻ ഒരാഴ്ചയിൽ ആവശ്യമുണ്ട്. 7,000 ശമ്പളം. 4 വയറുകൾ നിറയണം. അതും ഞാൻ സഹിച്ചു. പിന്നെ ഉമ്മ പറയാം ഈ മോനുണ്ടല്ലോ, ഈ മോനിന് ഒരു കിഡ്നി ഫെയിലിയറാണ്. അതെന്നെ ഞെട്ടിച്ചു. അവൻ്റെ ഓപ്പറേഷൻ ഏതൊരു മാസം പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന ദിവസം ഓപ്പറേഷനാണ്. 20 ലക്ഷത്തിലേറെ. അത് ട്രാൻസ്പ്ലാന്റിങ് അടക്കം ചെലവുണ്ട്. അമൃത ഹോസ്പിറ്റലിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫ് ഞാൻ പരിശോധിച്ച് നോക്കി. കൃത്യമായിരുന്നു അത്. ഡോക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. കൂനിന്മേൽ കുരു പോലെ. ഭർത്താവ് കുഴഞ്ഞു കിടക്കുന്നു. അയാൾക്കുള്ള മരുന്ന് വേണം, ഡയാലിസിസ് ചെയ്യണം. ഈ മോളുടെ കല്യാണം. ഒരു ചെക്കൻ വന്നിട്ട് അധികം പണവും സ്വർണ്ണമൊന്നും വേണ്ട, ആ മോളെ മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ ഉസ്താദെ എൻ്റെ മോൾക്കൊരു 5 പവനെങ്കിലും സ്വർണം കൊടുക്കണ്ടേ. ആ പോസ്റ്റ് വായിച്ച് കരഞ്ഞിട്ടുണ്ടെന്ന് ബഷീർ അലനല്ലൂർ. ഞാനത് മുമ്പ് എഴുതിയത് തന്നെയാണ്. പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പറയാം. എൻ്റെ ഫേസ്ബുക്ക് വേറൊരു ID ഉണ്ടായിരുന്നു, 42,000 ഫോളോവേഴ്സ് ഉള്ളത്. ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ആ ഫേസ്ബുക്ക്. ഇത് പുതിയ ഫേസ്ബുക്ക് പേജാണ്. അങ്ങനെ ചില ഭ്രാന്തൊക്കെ ഇടക്കുണ്ടാവും. അപ്പം എത്ര ആയുധങ്ങളാണ് ഉമ്മാക്ക് വേണ്ടത്? ഞാനത് പള്ളിയിൽ പറഞ്ഞു. അത്രയൊന്നും വൈകാരികമായി പറയാൻ പറ്റിയില്ല. 750 ഉലുവയാണ് കിട്ടിയത്. 750 ഉലുവ. ഒരു പെരുന്നാളൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കണം എത്രയായിരുന്നു? ഓരോ ആഘോഷങ്ങൾക്ക് എത്രയായിരുന്നു അടിച്ചു പൊളിച്ചിരുന്നത്? അങ്ങനെ ഞാനിത് ഇവിടെയുള്ളൊരു നല്ല മനുഷ്യനോട് സംസാരിച്ചു. അയാൾ പറഞ്ഞു 2 പവൻ സ്വർണം ഞാൻ തരാമെന്ന് പറഞ്ഞ കല്യാണത്തിൽ. പക്ഷേ ആ ഉമ്മ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഉമ്മ എന്നൊന്നും പറയാൻ പ്രായമില്ല, എൻ്റെ ഒരു സിസ്റ്ററിനൊക്കെ പ്രായമുള്ളൂ.
അവർ ഷാർജയിൽ എത്രയോ വർഷം ഉണ്ടായിരുന്ന ആളാണ്, കാർ ഉണ്ടായിരുന്ന ആളാണ്, വീട് ഇപ്പോൾ വാടകക്കാണ്. ആ നാട്ടുകാർ കുറേ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർ പോയി. പള്ളിയുടെ പുറത്തൊക്കെ ഞാൻ ആളെ വിട്ട് പരിശോധിച്ചു, കണ്ടില്ല. അവരെന്നോട് പറഞ്ഞൊരു ഓർമ്മ എനിക്കുണ്ട്, വളാഞ്ചേരി പോയിട്ട് ബസ് മാറി കയറണം എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഈ 2 പവൻ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു മാർഗവുമില്ല. ഞാൻ ആ മഹല്ല് കമ്മിറ്റിയുടെതൊക്കെ വായിച്ചെങ്കിലും ആ ലെറ്റർ പേഡിൻ്റെ ഹെഡിങ് ഒന്നും നോക്കിയില്ല. ഉടനെ അന്ന് രാത്രി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. മാഷാ അല്ലാ, അത് വൈറലായി. ഒരുപാട് ആളുകൾ അവരെ അന്വേഷിച്ചു, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഞാൻ ഈ പറയുന്ന ഈ ദിവസം, ഇത് കഴിഞ്ഞ കൊല്ലത്തെ കാര്യം, കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഏതോ കേരളത്തിലെ ഒരു മലബാറിലെ ഗ്രാമത്തിൽ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നറിയില്ല. ആ കുട്ടിയുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞോ എന്നറിയില്ല. ഓരോ ആഴ്ചയിലും 2 തവണ ഡയാലിസിസ് ചെയ്യുന്ന ആ സഹോദരൻ്റെ ജീവിതമോ മരണമോ ആയോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോഴും പഠിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ പഠനം തുടരുന്നോ ഇല്ലയോ എന്നറിയില്ല. ആ ഉമ്മനോട് പറഞ്ഞു, ഞങ്ങൾ മക്കൾക്കൊക്കെ വിഷം കൊടുത്തിട്ട്, ഞാനും വിഷം കൊടുത്ത്, ഭർത്താവിനും വിഷം കൊടുത്ത് മരിക്കാൻ ആഗ്രഹിച്ചു ഉസ്താദെ. പക്ഷേ എൻ്റെ കുട്ടികൾക്കൊക്കെ വിഷം കൊടുക്കാം, പക്ഷേ സംസാരിക്കാൻ പോലും ആവാതെ കിടക്കുന്ന ആ മനുഷ്യനോട് ഇത് വിഷമാണെന്നൊന്നു പോലും പറയാൻ കഴിയാതെ, സമ്മതമുണ്ടോ എന്നറിയാതെ എങ്ങനെയാണ് ഞാൻ ആ വായിലേക്ക് വിഷം പുരട്ടിയ ഭക്ഷണം കൊടുക്കുക എന്ന് ചോദിച്ച് നെഞ്ചുപൊട്ടി ആ ഉമ്മ എൻ്റെ മുന്നിൽ. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു ഉപ്പയോ അയാളുടെ ഭാര്യയോ ഒരാൺകുട്ടിയോ, ഒരു 10-12 വയസ്സായി, 30-13 വയസ്സായി ഒരാൺകുട്ടിയോ ഇനി ഒരു പെൺകുട്ടിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് പറയണം. ആ ഫേസ്ബുക്കിൻ്റെ കമൻറ്റിൽ ഒരുപാട് സഹോദരങ്ങൾ സ്വർണം വാഗ്ദാനം ചെയ്തു. ഞാൻ എണ്ണി നോക്കുമ്പോൾ ഒരു 27 പവൻ സ്വർണം വാഗ്ദാനം ചെയ്യപ്പെട്ടു. പൈസ അയച്ചു തരാമെന്ന് പറഞ്ഞു, പക്ഷേ ആരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിയില്ല. പക്ഷെ എനിക്കറിയില്ലല്ലോ അവരാരാണെന്ന്. മുഹമ്മദ് ടി എം പറഞ്ഞു കരയിപ്പിക്കുന്നു. അല്ല, കരയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോഴും അവരെവിടെയാണെന്ന് അറിയില്ല. ആ ടൈലറിംഗ് മെഷീൻ്റെ കടകട ശബ്ദത്തിൻ്റെ മേൽ തലപൂഴ്ത്തിയിട്ട് ഒരുപക്ഷെ 2ാമത്തെ പെൺകുട്ടി ഇരിക്കുന്നുണ്ടാവോ? നിങ്ങളുടെ ആരുടെയെങ്കിലും നാട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അവരെന്നെ ഒന്ന് അറിയിക്കുക. ഓഫർ ചെയ്ത ആളെ ഇപ്പം എനിക്കറിയില്ല. ഏത് ഈ 27 പവൻ, 2 പവൻ്റെ ആൾ എൻ്റെ സമീപത്തുണ്ട്. അവരെനിക്കറിയില്ല. കാരണം ആ ഫേസ്ബുക്ക് ഐ ഡി ഞാൻ പൂട്ടിപ്പോയി. എന്നാലും അവർക്ക് വേണ്ടി ഞാൻ അത് ചെയ്യും. ഞാൻ അതിനു വേണ്ടി ഒരു സഹായത്തിനൊന്നും അല്ല ഇപ്പോൾ ഈ പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്ന് ഫേസ്ബുക്കിൽ അത് വൈറലായിരുന്നു. എവിടെയൊന്നും അവരെ കണ്ടെത്താൻ പറ്റും. ഒരുപാട് ചാരിറ്റി പ്രവർത്തകന്മാരൊക്കെ ഇടപെട്ടു. 1 വർഷം മുമ്പോ 2 വർഷം മുമ്പാണത്. ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. അവർ ഗൾഫിൽ വലിയ സന്തോഷത്തോടെ ജീവിച്ചവരാണ്. ഇത്രയേ ഉള്ളൂ ജീവിതം. മൂസാ നബി അലൈഹിസ്സലാമയോട് കുറച്ച് ആളുകൾ വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചു പ്രായത്തിൽ മരിച്ചു പോവുകയാണ്. ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. 683 ആളുണ്ട്. മാഷാ അല്ലാ, ഒരു പുണ്യം കിട്ടുന്ന കാര്യം ഞാൻ പറയാൻ പോകുന്നു. ഷെയർ ചെയ്യും. ഇൻഷാ അല്ലാ എന്ന് പറ. ഷെയർ ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പം അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണേ നബിയെ. എന്താ കാര്യം? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ മരിച്ചു പോവുകയാണ്. നിങ്ങളൊന്ന് ചിരിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ പലരും കരഞ്ഞല്ലോ. എത്ര വയസ്സിലാണ് മരിക്കുന്നത്? 250 വയസ്സിൽ, 300 വയസ്സിൽ, 400 വയസ്സിൽ. 1000 ആണ്ട് കാലങ്ങളുടെ ദൈർഘ്യമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ ആളുകൾക്ക്. നൂഹ് നബി അലൈഹി സ്വലാം 950 കൊല്ലം ദൈവത്ത് നടത്തിയതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ മൂസാ നബി ചിരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നൗഷാദ് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു. മാഷാ അല്ലാ. നിങ്ങളെന്താ ചിരിക്കുന്നേ? അപ്പോൾ അവർ മൂസാ നബി അലൈഹി സ്വലാം പറയാം, ഞാൻ അവസാനം വരുന്നൊരു പ്രവാചകനുണ്ട്, പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ അനുയായികളെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അതെന്തുട്ടാ നബിയെ? അവർ 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ് അവരുടെ ദൈർഘ്യം. അത്രേ ഉണ്ടാവുള്ളൂ. മൂസാ നബി അലൈഹി സ്വലാമെ 60ൻ്റെയും 70ൻ്റെയും ഇടയിലോ? അവർ അത്ഭുതത്തോടെ ചോദിച്ചു. അതെ. അപ്പൊ അവർ ചോദിച്ചു, മൂസാ നബി, അവർ വീടുണ്ടാക്കുമോ താമസിക്കാൻ? അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല, വീട് എന്ന് പറഞ്ഞാൽ കൊട്ടാരങ്ങളാണ് അവർ നിർമ്മിക്കുക, കൊട്ടാരങ്ങൾ. അപ്പൊ ആ വന്ന മാതാപിതാക്കൾ ചിരിച്ചിട്ട് പറഞ്ഞു, നബിയെ, എന്തൊരു പൊട്ടന്മാരാണ് ആ സമുദായം നമ്മളെക്കുറിച്ച്.
2 പ്രാവശ്യം ഷെയർ ചെയ്തു ബഷീർ. മാഷാ അല്ലാ. ഇന്നത്തെ രാത്രിയിൽ ദ്വായിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പം പൊട്ടന്മാരാണോ അവർ? എന്താ കാരണം? 60-70 കൊല്ലം ജീവിക്കാൻ ഒരു മരത്തിൻ്റെ തണുപ്പ് പോലെയെന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ ഒരു നൈമിഷികത എന്ന് പറയുന്നത്. എത്രയെത്ര സാമ്രാജ്യങ്ങളാണ് തകർന്നു പോയത്. വൽഫജിരി വലയാലിൻ അശ്ർ വശഫഇ വൽവത്സർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فاكثروا فيها الفساد. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പ്രഭാതത്തെ തന്നെയാണ് സത്യം. ഞാൻ വയല് പറയല്ല, 10 രാത്രികളെ തന്നെയാണ് സത്യം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്. ആദ് സമുദായത്തെ നമ്മൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? സമൂദ് വർഗത്തെ എന്താണ് ചെയ്തെന്ന് അറിയുമോ? അജാനുബാവുക്കളായ ആദ് വർഗം, സമൂദ് വർഗം പർവ്വതങ്ങളുടെ താഴ്വാരങ്ങളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ ആജാനുബാഹുക്കളായ ആദിനെ, സമൂദിനെ നമ്മൾ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ കാണുന്നില്ലയോ എന്ന് പരിശുദ്ധ ഖുർആൻ. ഫിർഔന, പതിനായിരങ്ങളായ പാർശ്വവൽക്കരിക്കപ്പെട്ട തൊഴിലാളികളെ കൊണ്ടുവന്ന് തൻ്റെ ആഢ്യത്വവും അധികാരവും അഹംഭാവവും സ്ഥാപിക്കാൻ വേണ്ടി പിരമിഡുകൾ നിർമ്മിച്ച് റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് അഹങ്കരിച്ച ഫറോവയൻ ഇംപീരിയലിസം. ഫറോവ ഒരാളുടെ പേരല്ല, അതൊരു സംസ്കാരത്തിന്റെ ടാഗ് നെയിമാണ്. എവിടെ ഫറോവ? ഈജിപ്തിൽ മമ്മിയായി കിടക്കുന്നുണ്ട്. ഞാൻ മരിച്ചു പോകുമ്പോൾ എൻ്റെ 2 കൈ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് തുറന്നിടണമേ എന്ന് പറഞ്ഞ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അയാളാരാൻ? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഭൂഖണ്ഡങ്ങളെ അതിജയിച്ചു മുന്നേറിയ സമരനായകനായ പോരാളിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട്. അയാൾ ഒരിക്കൽ പറഞ്ഞത്രേ, അഹങ്കാരം കൊണ്ടേ എനിക്ക് കുത്തി നിൽക്കാൻ ഒരു വടിയും ഒരലാങ്കും ഭൂമി അല്ലാതെ ചവിട്ടി നിൽക്കാൻ ഇത്തിരി സ്ഥലം കിട്ടിയാൽ ഞാൻ ഈ ഭൂഗോളത്തെ മറിച്ചിടുന്നു. നെപ്പോളിയൻ ബോണപ്പാർട്ട് എവിടെയാണ്? സകല സാമ്രാജ്യവും തകർന്നുപോയി. അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എവിടെയാ? തകർന്നുപോയി. ഫഹദ് രാജാവ് എവിടെയാണ്? പോയി. സദ്ദാം ഹുസൈൻ എവിടെയാണ്? പോയി. മഹാത്മാഗാന്ധി എവിടെയാണ്? പോയി. ഇന്ദിരാഗാന്ധി എവിടെയാണ്? രാജീവ് ഗാന്ധി എവിടെയാണ്? ശിഹാബ് തങ്ങൾ എവിടെയാണ്? ഇ കെ നായനാർ എവിടെയാണ്? കെ കരുണാകരൻ എവിടെയാണ്? കാലത്തിന്റെ തിരശീലകൾ മാറ്റി കടന്നുപോയി അവർ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി. എല്ലാ സുഖങ്ങളും പെട്ടെന്ന് നഷ്ടപ്പെടാനുള്ളതാണ്. ആയുസ് പെട്ടെന്ന് പോകാനുള്ളതാണ്. വഗ്നി സന്തപ്തലോഹസ്തംഭു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം പാന്തർപ്പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരുമ്പോലെ. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട്, തുഞ്ചത്തെഴുത്തച്ഛൻ, അലക്സാണ്ടർ. യെസ്, തുഞ്ചത്തെഴുത്തച്ഛന പാടി. ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടാണെങ്കിലും അതിൽ വല്ലാത്തൊരു ആശയത്തിന്റെ ഒരു ധാരയുണ്ട്. അതെന്താണ്? ഒരു ഇരുമ്പ് ചൂടാക്കിയിട്ട്, ഒരു പച്ചിരുമ്പ് ചൂടാക്കിയിട്ട് അതിലിത്തിരി വെള്ളം ഒറ്റിച്ചു നോക്കൂ നിങ്ങൾ. ആ ചുട്ടുപഴുത്ത ലോഹത്തിന്റെ മുകളിൽ വന്ന് വീണ വെള്ളത്തുള്ളികൾ ഉരുകിപ്പോകുന്നത് പോലെ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ക്ഷണനേരം കൊണ്ട് പോകും. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ. ഒരു ബസ് സ്റ്റോപ്പിലാണ് നമ്മൾ.
ഞാൻ നിങ്ങൾ എവിടെയെങ്കിലും പരിചയം ഉണ്ടായിരുന്നോ? നിങ്ങൾ ഒന്നോ രണ്ടാൾ മാത്രമേ ദേശമംഗലത്തുള്ളവരുള്ളത്. എവിടെയൊക്കെയോ ജനിച്ചവർ നമ്മൾ കണ്ടുമുട്ടിയില്ലേ? നേരിട്ട് കണ്ടവർ പലരും ഇതിലില്ലേ? 26 ദിവസത്തെ മനസ്സുകൊണ്ടുള്ള മദീനയിലെ പ്രണയമഴയിൽ നനഞ്ഞു നിന്ന ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലൊരു സ്നേഹബന്ധം ഉടലെടുത്തിട്ടില്ലേ? പോയില്ലേ ഒരിക്കലും? ബഷീർ ഫൈസി പോയില്ലേ? ഫേസ്ബുക്കിൽ അന്നൊരു പോസ്റ്റ് വരില്ലേ, ബഷീർ ഫൈസി മരിച്ചിരിക്കുന്നു, ഇന്നാലില്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ വരില്ലേ ഖത്തമോദനം? അപ്പോൾ ഒരു വഴിത്താരയിൽ നമ്മൾ കണ്ടുമുട്ടി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനാണ്, ഐ എം എ ട്രാവലർ. ഒരു വഴിത്താരയിൽ ഞാൻ ഒരു മരത്തിൻ്റെ തണുപ്പിൽ ഇത്തിരി നേരത്തെ വിശ്രമത്തിന് ശേഷം ഇനി പോകേണ്ടവനാണ് എന്ന് പരിശുദ്ധ റസൂൽ. പെരുന്നാളിൻ്റെ രാവിൽ, ആഹ്ലാദത്തിൻ്റെ രാവിൽ, ഒരു പുലരിയിലേക്ക് ആഹ്ലാദത്തോടെ ഉഷസ്സിലേക്ക് ഉണരാൻ പോകുന്ന ഈ രാവിൽ ഞാൻ നിങ്ങളെ കരയിപ്പിക്കാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഹബീബിൻ്റെ വർത്തമാനമാണത്. കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. പ്രച്ചവനെ, ഇപ്പൊ തന്നെ ഇല്ലയോ? ബഷീർ അലന്നൂർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ബഷീർ അലന്നൂർ നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ കാരണം അദ്ദേഹം എനിക്കൊരു മൊബൈൽ കൊടുന്നു തന്നു. അതാണ്. അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. പാവമാണ്, ഗൾഫിലാണ്. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഇന്നാലില്ലായി ചൊല്ലിയിട്ടുണ്ട്. അത് അതിലങ്ങോട്ട് ലയിച്ചു പറഞ്ഞു പോയതാ. പഠിച്ചവനെ, കുഴപ്പമില്ല. ഹബീബ് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് ഒരു വിദേശിയെ പോലെ കാണുമെന്ന്. എന്തൊരു കാൽപ്പനിക മനോഹരമായ അർത്ഥസാന്ദ്രമായ വചനപ്രസാദമാണ് പരിശുദ്ധ റസൂലുള്ളാഹിയുടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഒരു ഇമാജിനേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ വിദേശിയെ പോലെ ജീവിക്കുന്നു. ഒരുപാട് പ്രവാസികൾ ഇത് കാണുന്നുണ്ടല്ലോ. ഈ സമയം അവർ ഫ്രീ ആണ്. പ്രവാസികളുടെ മനസ്സിലൊരു നൊമ്പരുണ്ടാവില്ലേ? നാടൊന്ന് കാണാൻ, മലയാളക്കരയുടെ ഹരിതാപമായ വയലേലകൾക്ക് നടുവിലൂടെയുള്ള വെട്ടുവഴിയിലൂടെ കാറിലിങ്ങനെ ഇരിക്കുമ്പോൾ, നാട്ടിൻ്റെ വീടിൻ്റെ മുന്നിലെ ഗേറ്റിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോഹരിത, അത് ദുബായിൽ കിട്ടൂല, അത് ഷാർജയിൽ കിട്ടൂല, അത് അബൂദബിയിൽ കിട്ടില്ല, അത് ഒമാനിൽ കിട്ടില്ല, അത് സൗദി അറേബ്യയിലെ ജിദ്ദ ഷറഫിയയിൽ കിട്ടില്ല, അത് ബഹ്റൈനിൽ കിട്ടില്ല. ഇനി ഏതെങ്കിലും രാജ്യം വിട്ടുപോയെങ്കിൽ അപ്പം കമൻറ്റ് വരും. അലായിനി പിന്നെ മനോഹരമായൊരു സ്ഥലമാണ്. അപ്പോൾ ഉണ്ടോ, അവരുടെ മനസ്സ് ഇപ്പോൾ ഈ COVID-19 കാലത്ത് പ്രത്യേകിച്ചും അവർക്ക് കരച്ചു വരുന്നുണ്ടാവും. ഉമ്മച്ചി ഒന്ന് കാണാൻ, തൻ്റെ കുഞ്ഞുമോനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഉമ്മ വെക്കാൻ. ഗൾഫിൽ ഇനി എത്ര സുഖമാണെങ്കിലും ഇവിടെ വരണം. ഈ റമദാനിൽ ഉംറക്ക് ബുക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇമാജിനേഷൻ കണ്ടോ? അതാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തെ ഏറ്റവും ദ ഗ്രേറ്റസ്റ്റ് ഫിലോസഫർ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാഷാ അല്ലാഹ്. നിർത്തണം ഹബീബിങ്ങളെ, 1 മണിക്കൂർ പിന്നിട്ടു നിർത്തണം. 605 ആളുകൾ ഇപ്പോഴും ലൈനിലുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. ഈ അർത്ഥത്തിൽ പെരുന്നാളിനെ ആരെങ്കിലും നോക്കിക്കാണാറുണ്ടോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ നീ ഒരു ട്രാവലറിനെ പോലെയാകണം, യാത്രക്കാരനെ, അല്ലേ? ഇപ്പം നമ്മൾ കാസർഗോഡ് യാത്ര പോയാൽ, നിങ്ങൾ എൻ്റെ തൃശ്ശൂരിലേക്ക് യാത്ര വരികയാണെങ്കിൽ, നിങ്ങൾ ഏത് ലക്ഷ്യത്തിനാണോ വന്നത് അത് കഴിഞ്ഞ് തിരിച്ചു മടങ്ങാൻ നമ്മുടെ മനസ്സിലൊരു തുടികൊട്ടലുണ്ടാവും, അല്ലേ? നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ. അപ്പം നമ്മൾ ഈ ദുനിയാവിൽ ഒരു യാത്രക്കാർ മാത്രമാണ്. ഇടയിലെ വഴിത്താരയിലെവിടെയോ ഞാനും നിങ്ങളും കണ്ടുമുട്ടി, നിങ്ങളുടെ സുഹൃത്തുക്കൾ കണ്ടുമുട്ടി, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടി. പക്ഷേ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിങ്ങൾ കബറാളിയുടെ കൂട്ടത്തിൽ കൂട്ടിയാൽ മതി. പ്രവാസികളെ കരയിപ്പിക്കല്ലേ ഉസ്താദ്? ദാറ്റ്സ് എ റിയാലിറ്റി. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ വിദൂര പദങ്ങളിൽ, സൈകത ശൈലങ്ങളിൽ, ഒറ്റ റൂമിൽ 4-5 ആളുകൾ കിടക്കുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് കിടക്കുന്ന പ്രവാസികളെ നിങ്ങൾ ഓർത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും?
നമുക്കവർ പൈസ പോരെ, എന്നിട്ടൊരു നല്ല സന്തോഷം കൊടുക്കുക അവർക്ക് ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ മരണപ്പെട്ടവരിൽ ഓർത്താൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ 54 മിനിറ്റ് ആയി നിർത്തരുതേ. ആർക്കെങ്കിലും പോവാണെങ്കിൽ പോവാട്ടോ. 600 ആളിപ്പോൾ ഉണ്ട്. ഞാൻ യാത്രയാണ് ഏറ്റവും മനോഹരം. മാഷാ അല്ലാഹ്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പിടി ഭക്ഷണം ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് അത് തൊണ്ടയിലേക്ക് എത്തിയിട്ട് ആമാശയത്തിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ മുഹമ്മദിൻ്റെ ആത്മാവ് പിടിക്കപ്പെടുമോ എന്ന് കരുതാതെ ഞാൻ ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹബീബ് മുഹമ്മദ് മുസ്തഫ അമ്പാഴത്തോട് ഈജിപ്തിൽ നിന്നു. മാഷാ അല്ലാഹ്. ഒരു പിടി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനത് ഇവിടെ എത്തി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോകുമോ എന്ന് ആലോചനപ്പെടാതെ ഒരു പിടി ഭക്ഷണം കഴിച്ചിട്ടില്ല. മാഷാ അല്ലാഹ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു കാല് വെച്ചിട്ട് പാതിരാക്ക് സൂര്യൻ ഉദിച്ചതുപോലെ ഒരു കാലിങ്ങനെ ഉയർത്തിയിട്ട് താഴ്ത്തുന്നതിൻ്റെ മുമ്പേ മുഹമ്മദിൻ്റെ റൂഹ് ഖാബിലുൽ അർവാഹ് ഖാതിലുശ് ശഹവാത്ത്, സകലാഹ്ലാദങ്ങളും മുറിച്ചു കളയുന്ന, സകല വിചാരങ്ങളെയും തകർത്തു കളയുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്നെ കൊണ്ടുപോകുമോ എന്ന് ഭയപ്പെടാതെ കാൽപാദം മണ്ണിൽ വെച്ചിട്ടില്ലെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയേ ഉള്ളൂ ലൈഫ്, അത്രയേ ഉള്ളൂ. നോ മാൻ ഈസ് ഇമ്മോർട്ടൽ. ആരും ഇവിടെ സ്റ്റേബിൾ അല്ല, ആരും അനശ്വരരല്ല. ഇവിടെ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പോകേണ്ടവരാണ് അല്ലേ? ആ യാത്രാവേളയിലെ മനോഹരമായ എന്തൊക്കെ ബന്ധപ്പെടും നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ ബാല്യകുമാരങ്ങൾ, നമ്മുടെ യൗവനം, എത്ര വേഗമാണ് ജരാനിരകളിലേക്ക് നമ്മൾ മാറിപ്പോയത്. നിങ്ങളൊക്കെ ഒന്ന് ഗസ് ചെയ്തൊക്കെ ആദ്യമായി സ്കൂളിലേക്ക് പോയത്, നല്ല മഴ പെയ്ത ദിവസം, തിരിച്ചു വന്നത്, ദർസിൽ പോയത്, സ്കൂളിൽ പോയത്, കോളേജിൽ പോയത്, എന്തൊരു ആത്മഹർഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു. നിങ്ങൾ കല്യാണം കഴിഞ്ഞിറങ്ങിയത്, സഹോദരിമാർ കല്യാണം കഴിഞ്ഞിറങ്ങിയത്, ഉമ്മ വിമിങ്ങി പൊട്ടുമ്പോൾ ഉപ്പ നെഞ്ച് തിരുമ്മി നിന്നത്, നിങ്ങൾ പുതിയാപ്പിള ഇറങ്ങിയത്, പിന്നെ നിങ്ങൾക്ക് മക്കളുണ്ടായ ആദ്യത്തെ ദിവസം, പിന്നെ മക്കൾ ഇങ്ങനെ പടിപടിയായി വളർന്നു വലുതായത്, പിന്നെ അവർ കല്യാണം കഴിക്കുന്നത്. ആ ഒരു ഘട്ടം കഴിയുന്ന ആൾക്കാർ ഇതിലുണ്ടാകില്ല. മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, സൈക്കോളജിസ്റ്റുകൾ, മനുഷ്യന് 3 ഘട്ടങ്ങളുണ്ട്, ലൈഫിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഹോസ് പീരിയഡാണ്. ഒന്ന് കമൻറ്റ് ചെയ്തോളൂ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഹോസ് പീരിയഡ്? കുതിരപ്രായം എന്നാണ്. ഉറങ്ങാൻ തോന്നുന്നില്ല എന്നത്തെ ക്ലാസ് കേട്ടിട്ടുണ്ട്. കുറച്ചവനെ പ്രശ്നമായോ? 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ നിർത്താം. ഈ 600 ആൾക്കാർ ഒറ്റയടിക്ക് 100 ആയാൽ മനസ്സിലായി ബോറടിച്ചിട്ടുണ്ടെന്ന്. ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കാറുണ്ട് നിർത്താത്ത. ഹോസ് പീരീഡാണെന്ന്, അതായത് നോക്കണേ, ഒരു 25 വയസ്സിൻ്റെ താഴെയുള്ളതൊക്കെ ഹോസ് പീരീഡാണ്, കുതിരപ്രായമാണ്. കുതിരപ്രായമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തും ചെയ്യാൻ കഴിയുന്ന ഒരു ധാർഷ്ട്യം, നമ്മുടെ സിരകളിൽ ബ്ലഡ് ത്രസിച്ച് നിൽക്കുന്ന ഒരു കാലമാണ്. നെക്സ്റ്റ് ഒരു പീരീഡ് ഉണ്ട്, ഡോങ്കി പീരീഡ് എന്നാണ്. വാട്ട്സ് മീനിങ് ഓഫ് ഡോങ്കി? കഴുത. അത് ഈ ഉത്തരേന്ത്യയിലൊക്കെ പർവ്വതനിരകളിലേക്ക്, കാശിയിലും ഒക്കെ ഹിമസാനുക്കൾക്ക് മുകളിലേക്ക് ട്രക്കുകൾ കയറിപ്പോകാത്തടത്തേക്ക് ഭാരം ചുമക്കുന്നത് കഴുതകളാണ്. അവർ 25 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ കഴുതപ്രായമാണ്. എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞാൽ കാല് കെട്ടിയെന്ന് പറയാറില്ലേ? ഭാര്യയ്ക്ക് ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്, ഭർത്താവിന് ഡിസ്കിന് കംപ്ലൈൻ്റ് ആണ്, അപ്പോഴത്തേനും കുട്ടി ഒന്ന് വീണു പരിക്ക് പറ്റി, അപ്പോഴത്തേനും വലിയപ്പക്ക് തലവേദനയാണ്, അപ്പോഴത്തേനൊക്കെ അത് അങ്ങനെ 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 ടെൻഷൻ ഇല്ലാത്ത ഒരു ലൈഫാണോ അത്? എപ്പോഴും ഓരോ ടെൻഷനായിരിക്കും. അള്ളാഹൊക്കെ സന്തോഷമായി തരട്ടെ. ഇത് 25-ൻ്റെയും 50-ൻ്റെയും ഇടയിലുള്ള ഒരു പീരീഡാണ്. ആ പീരീഡുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അള്ളാഹൊക്കെ റാഹത്താക്കി തരട്ടെ. ഉപ്പയാണ് വിങ്ങിപ്പോയത്. നെക്സ്റ്റ് ഒരു പീരീഡ് വരാൻ പോകുന്നുണ്ട്. ആ പീരീഡ് ഡോഗ് പീരീഡാണ്, നായപ്രായം. നായപ്രായമുള്ളവരൊക്കെ ഒന്ന്, കുതിരപ്രായം അവിടെ ഷെബീർ ഇട്ടിട്ടുണ്ട്. നായപ്രായമുള്ളവരൊന്നും ഇട്ടുള്ളൂ. അതായത് 60 വയസ്സിൻ്റെ മുകളിലേക്കുള്ളവർക്ക് നായപ്രായമാണ്. 60 വയസ്സുള്ളവർ മുകളിലുള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ട് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ
എന്താ നായപ്രായം എന്ന് പറയാം? നായൊക്കെ വലിയ വീടിൻ്റെ മുമ്പിൽ, വലിയ വീടിൻ്റെ മുന്നിലൊരു നായക്കൂട്ടിൽ നായ ഇങ്ങനെ കിടക്കും. നായയുടെ വിചാരം ഈ വീട് എൻ്റേതാണ്, ഞാനാണ് ഇതിൻ്റെ കാര്യകർത്താക്കൾ. വല്ല ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നായൊക്കെ ഒന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ബവ് ബവ് എന്ന് പറഞ്ഞ് കുരക്കും. നായയുടെ വിചാരം ഇതൊക്കെ എൻ്റേന്നാ, പോർച്ചിലെടുക്കുന്ന കാർ എൻ്റേന്നാ. അവനൊന്നുമില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. നമ്മൾ പള്ളി കമ്മിറ്റിയിൽ വലിയ നേതാവായിരുന്നു, പൊളിറ്റിക്സിൽ വലിയ ആളായിരുന്നു, ബിസിനസ് മാഗ്നറ്റായിരുന്നു, ഓർഗനൈസേഷൻ്റെ ഒക്കെ തലപ്പത്തുള്ള ആളായിരുന്നു. പക്ഷേ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ അവഗണിക്കാൻ തുടങ്ങും. പഠിച്ചോനെ. മകനും മകളും കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ചാരുകസേരയിൽ വാപ്പ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. വാപ്പ ഇങ്ങനെ ഒരു 80 വയസ്സൊക്കെ കഴിഞ്ഞു, കാസരോഗം വന്ന്, പ്രഷർ, ഷുഗർ. എങ്ങോട്ടാ പോകുന്നത് ചോദിക്കാൻ പറ്റുന്നില്ല. ഫണ്ട് മുമ്പിൽ ഭയങ്കര സംഭവമായിരുന്നു. അപ്പോൾ അവൻ പറയും, ഞാനിത് എന്നോട്ടാന്ന് അവനക്ക് പറയാൻ പോലും സമയമില്ല. അവൻ ഭയങ്കര പണക്കാരനല്ലേ, അവൻ്റെ ബുദ്ധിമുട്ടിൻ്റെ കൈ പിടിച്ച് പോവുക. വാപ്പ പിന്നെ ചോദിക്കുക. മകൻ പറയും, തന്തക്കൊന്നും മിണ്ടാതെ കിടന്നൂടെ അവിടെ? ആരോടത് പറയുന്നറിയോ? ഈ വാപ്പച്ചി ഉണ്ടല്ലോ, നിങ്ങളുടെ വാപ്പാൻ്റെ മുഖം ഒന്ന് കൊണ്ടുപോവാ, വാപ്പാൻ്റെ മുഖം ഒന്ന് കൊണ്ടുപോവാ. ഈ വാപ്പ നമ്മുടെ ഒക്കെ കുതിരപ്രായക്കാരാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ കൈ പിടിച്ചിങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ചോദിക്കും, വാപ്പ ഇതെന്താണ്, ഇത് ഇന്നതാണ്. ഇതെന്താണ് വാപ്പ? ഇത് ഇന്നതാണ്. അങ്ങനെ ഓരോന്നും ചോദിക്കുമ്പോൾ വാപ്പാക്ക് വിഷമം ഉണ്ടായിട്ടില്ലട്ടാ, വാപ്പ മടിയൊന്നും പറഞ്ഞിട്ടില്ലട്ടാ. പക്ഷെ വാപ്പ പ്രായം ചെന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മകന് മറുപടി പറയാൻ പറ്റുന്നില്ല, അല്ലേ? ഡോങ്കി പീരീഡ് എന്ന് വേറെ പേര് വിളിക്കായിരുന്നു. അതാ കഴുത ഭാരം ചുമക്കുന്നു എന്നുകൊണ്ട് പറഞ്ഞതാണ്, അല്ല എല്ലാവരും കഴുതയായി എന്ന അർത്ഥത്തിലല്ല. നിങ്ങളതിനെ രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ നായപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും നായയായി എന്നായില്ലേ? അങ്ങനെയല്ല. ആ ഇമാജിനേഷൻ ഒന്ന് മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ്. അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവിക്കാതിരിക്കാനല്ലേ അല്ലേ? അവഗണനയുടെ സഹിക്കാൻ പറ്റില്ല, ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ സഹിക്കാൻ പറ്റത്തില്ല. പക്ഷേ സഹോദരങ്ങളെ, മനോഹരമായി കോട്ടിട്ട ബഷീറേ, നല്ല വസ്ത്രങ്ങൾ നാളെ അണിയുന്നവരെ, ഈ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ശരീരം ചുളിഞ്ഞു പോകുന്ന, നരകൾ ബാധിക്കാൻ പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. അപ്പൊ നമുക്ക് ചിരിച്ച് സന്തോഷത്തോടെ യാത്ര പോകണം. വലദത്ത് കൗമുക യബ്ന ആദമ ബാക്കിയ. നിങ്ങളുടെ ഉമ്മ പ്രസവിച്ചപ്പോൾ, എൻ്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ ആളുകളൊക്കെ ചിരിക്കുകയായിരുന്നു. നമ്മൾ കരയുമ്പോൾ, നമ്മളൊക്കെ കരയില്ല. ഏത് കുട്ടിയും ജനിച്ചാൽ കരയും. കരഞ്ഞിട്ടില്ലെങ്കിൽ അതിന് രോഗമുണ്ട് എന്നാണ്. വന്നാസു ഹൗലുക യൽഹഖൂന സുറൂറാ. അന്ന് ജനങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് ചിരിച്ചു. ഷെയർ ചെയ്തു എല്ലാവരും, അല്ലേ? നമ്മുടെ ഉമ്മ ആദ്യമായി നമ്മൾ കരയുമ്പോൾ ചിരിക്കുന്ന ഒരൊറ്റ ദിവസം ഉണ്ടാവുള്ളൂ. അത് പ്രസവിച്ചിട്ട് കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോഴാണ്. പിന്നെ വളർന്നു വലുതായി എപ്പോഴെങ്കിലും കുട്ടി കരഞ്ഞാൽ, പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരാണ് നമ്മുടെ പൊന്നുമ്മ. നിങ്ങളുടെ പലരുടെ ഉമ്മ ഖബറിലാണ്. മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സ്വർഗത്തിൽ നാളെ ചേർത്ത് പിടിച്ച കവിളത്ത് ഉമ്മ വയ്ക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എല്ലാവരും കരയുന്നൊരു ദിവസം വരും. ബഷീർ ഫൈസി മരിച്ചു എന്ന് പറയുമ്പോൾ, നിങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ മക്കൾ കരയും, വാപ്പാനെ കെട്ടിപ്പിടിച്ച് കരയും, പത്നി കരയും, ഭർത്താവ് കരയും, വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുന്നില്ല, അവർ കരയും. ആ സമയത്തുണ്ടല്ലോ എല്ലാവരും കരയുമ്പോൾ ലാഹികൻ മസ്റൂറാ, ചിരിച്ചുകൊണ്ട് നമുക്ക് പോകണം. ഇന്നലെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞില്ലേ, ഇനി അതിലേക്ക് നിങ്ങളെ ഇമോഷണൽ ഫീലിങ്ങിലേക്ക് കൊണ്ടുപോകുന്നില്ല. ചിരിച്ചു മരിക്കണം. നമുക്ക് വളരെ ഹ്രസ്വമാണ് ജീവിതം. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ്, ക്ലീഷയായിപ്പോയി, വളരെ ചെറുതാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കാലം കടന്നുപോയി. 2075 ബഷീർ ഫൈസി ഉണ്ടാവില്ല. നിങ്ങളുണ്ടാവുമോ? സാധ്യത വളരെ വളരെ വിദൂരല്ലേ. 2075 നിങ്ങളാരെങ്കിലും ഉണ്ടാവില്ല. കാലം കഥ പറഞ്ഞ് കടന്നു പോകും. വസന്തവും ഗ്രീഷ്മവും ഹേമന്തവും ആഷാഢവും ഭൂമിയെ പ്രണയിച്ച് കടന്നു പോകും. ചാവക്കാട്ട ചേറ്റുവപ്പുഴയിൽ ഇനിയും ഒരുപാട് വെള്ളം ഒഴുകിപ്പോവും. മഞ്ഞും മഴയും വെയിലും കടന്നു വന്ന് തിരിച്ചു പോകും. എത്ര ഇടവപ്പാതിയും എത്ര വേനലുമാണ്
ഭൂമിയിലേക്ക് വന്നത്. അതൊക്കെ അങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ നമ്മൾ ഒരു ദിവസം യാത്ര പോകേണ്ടവരാണ്. ആ യാത്രയുടെ ഇടവേളയിൽ ഇതാ ഹിജറാബ്ദത്തിലെ മറ്റൊരു ഈദുൽ ഫിത്തറിൻ്റെ പതിരാവിലാണ് നമ്മളിപ്പോഴും. ഈ അർത്ഥത്തിലുള്ള ചില ഇമോഷണൽ ചിന്തകൾ, ആ ചിന്തകളിലായിരിക്കണം നാളെ ഉഷസ് ഉണരുമ്പോൾ ഈ പെരുന്നാളിനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ടത്. സ്നേഹിക്കാൻ ശ്രമിക്കുക. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹമില്ലാതെ എന്താണ്? നീ നാളെ രാത്രി തന്നെ ഉറങ്ങുന്ന ജീവിക്കുമെന്ന് ഉറപ്പില്ല. ഒരുപക്ഷെ ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളത് വീണ്ടും വീണ്ടും ഷെയർ ചെയ്യൂല. അത്രയേ ഉള്ളൂ. അത്ര ഹ്രസ്വമായി യാത്രക്കിടയിൽ ഒരു ഉറപ്പുമില്ലാത്ത ഈ യാത്രയിൽ എന്തിനാണ് പക? എന്തിനാണ് വിദ്വേഷം? എന്തിനാണ് അസൂയ? എന്തിനാണ് ഒരാളെ കുറ്റപ്പെടുത്തുന്നത്? എന്തിനാണ് ഒരാളെ പ്രയാസപ്പെടുത്തുന്നത്? എന്തിനാണ് നമ്മൾ ഒരാളുടെ ഈബത്ത് പറയുന്നത്? എന്തിനാണ് നമ്മൾ ഒരാളെ ദ്രോഹിക്കുന്നത്? എന്തിനാണ് ഒരാളെ പറ്റി കളവ് പറയുന്നത്? വളരെ നിസ്സാരമല്ലേ? നമ്മളെങ്ങനെ മരിച്ചു എന്ന് പറയുമ്പോൾ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ഉപ്പയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ മനസ്സിൽ കാണുമ്പോൾ, ഉപ്പയാണെങ്കിൽ ഉപ്പ, ഉമ്മയാണെങ്കിൽ ഉമ്മ, മകനാണെങ്കിൽ മകൻ. ഞാൻ എന്നെ തന്നെ കാണുകയാണ്. നമ്മൾ മരിച്ചു കിടക്കുകയാണ്. ഷമിയാന കെട്ടിയ പന്തലിന് പകരം ടാർപോളിന് വലിച്ചു കിട്ടും. കസേരകൾ വന്ന് ആരൊക്കെയോ നിരത്തിയിടും. ചന്ദനത്തെരിയുടെ ധൂപപടലങ്ങൾ ഉയരാൻ തുടങ്ങുമ്പോൾ നമ്മൾ വെള്ള പുതച്ച് കിടക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ വൈഫ്, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ഏറ്റവും ഇഷ്ടമുള്ളവരെ ഒന്ന് ഇമാജിനേഷൻ ചെയ്യും. ആളുകൾ ഒഴുകിയെത്തുമ്പോൾ നമ്മുടെ നാട്ടിലൊരു കാരണവർ പറയും, ഒത്തിരി സമയമായി, കുളിപ്പിക്കണ്ടേ? കുളിപ്പിക്കാൻ കൊണ്ടുപോകും. ബഷീറിന് ഇങ്ങനെ കിടത്തിയിരിക്കുക ടേബിളിലെ. അടച്ചവനെ ചെരിച്ചു മലർത്തിയൊക്കെ എടുത്തുമ്പോൾ നമ്മളിങ്ങനെ ചേമ്പും തണ്ട് പോലെ കിടന്ന് മറിയുക. നമ്മുടെ മൂക്കിൻ്റെ ധാരങ്ങളിൽ ശീല ചുറ്റി അവർ കഴുകുകയാണ്. നമ്മുടെ പല്ലുകൾ അവർ ശീല ചുറ്റി തേച്ച് തരികയാണ്. അതുവരെ തനിയെ ഷവറിൻ്റെ താഴെ നിന്ന് കുളിച്ചവരെ കുളിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ഉപ്പയാണ് അല്ലെങ്കിൽ ഉമ്മയാണ്, നമ്മളാണ്. ആരാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണലാകുക? അവരെ കരുതിക്കും. തിരിച്ചു കൊണ്ടുവന്നോ? വെള്ളത്തുണിയിൽ പായലിങ്ങനെ കിടത്തിയിട്ട് ദ്വാരങ്ങളിലൊക്കെ പഞ്ഞു വെച്ചു. കാലിൻ്റെ ഇടകളിൽ, നമ്മുടെ ഗുഹ്യ ഭാഗത്ത്, നമ്മുടെ കക്ഷത്ത്, നമ്മുടെ ചെവിട്ടിൽ, നമ്മുടെ മൂക്കിലൊക്കെ പഞ്ഞു വെച്ചു. ഇതുവരെ കഫംപുട അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി മുഖം മാത്രം തുറന്നിടുമ്പോൾ നമ്മുടെ ഉമ്മയുടെ മുഖത്ത് അവസാനമായി ഒരു ഉമ്മ വയ്ക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ ഉപ്പയാണ് വലിച്ചെടുക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ കുട്ടിയാണെങ്കിൽ, നമ്മൾ തന്നെയാണെങ്കിൽ അവസാനം ഉമ്മ കൊടുത്തിട്ട് അവസാനം മറക്കും. എത്ര നിലവിളിച്ചാലും ആരും കാത്തു നിൽക്കില്ല. മയ്യത്ത് മഞ്ചം നമ്മുടെ പള്ളിച്ചെരുവിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൊളുത്തു വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതെടുത്തു വെച്ച് മയ്യത്തിലേക്ക് വെക്കും. അപ്പം അതിൻ്റെ കാലിൻ്റെ ഗ്യാപ്പിലൂടെ വെളുത്ത കഫമ്പടയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട്. ഞാൻ, നിങ്ങൾ, നിങ്ങളുടെ ഉപ്പ, എൻ്റെ ഉപ്പ, നിൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ. മൂടി അടച്ചു വെച്ചു. പള്ളിയിലേക്ക് മഞ്ചം ഇങ്ങനെ ചുമല് മാറി പോവുകയാണ്. വേണ്ടപ്പെട്ടവർ വീടിൻ്റെ ഗ്രില്ല് വരെ പെണ്ണുങ്ങൾ വന്നിങ്ങനെ കരയും. ഇനി ഉപ്പ എന്ന് വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഉപ്പ ഉണ്ടാകില്ല കേട്ടോ പൊന്നെ. ഉമ്മ എന്ന് വിളിച്ച് എല്ലാവരും കമൻറ്റ് നിർത്തിയാലോ? സ്റ്റക്കായോ? വീട്ടിലേക്ക് കയറുമ്പോൾ ഉമ്മച്ചി ഉണ്ടാവില്ല കേട്ടോ. ഈ ഉമ്മച്ചിയെ നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ലേ? ദേഷ്യപ്പെടുത്തിയിട്ടില്ലേ? വഴക്കൂടിയിട്ടില്ലേ? മയ്യത്ത് മഞ്ചം പള്ളിയിലെത്തിയത് നിസ്കരിക്കും കേട്ടോ. സഹോദരിമാരെ, മയ്യത്തിങ്ങനെ വെച്ച് കുറേ ആൾക്കാർ സൊഫായി നിൽക്കുമ്പോൾ ഹൗലിൻ്റെ അവിടെ ഇങ്ങനെ വെള്ളം ഇളകുന്നൊരു ശബ്ദമുണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു ശബ്ദം, മയ്യത്തിൻ്റെ അനിതാന്ത നിശബ്ദയിൽ. ഒരാൾ വിളിച്ചു പറയും, 2-3 ആൾ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ കാത്തു നിൽക്കുന്നൊരു നിമിഷമുണ്ട്. നമ്മുടെ ഉപ്പയുടെ മുന്നിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരു തിരമാല പൊട്ടില്ലേ ഉമ്മയുടെ മുമ്പിലാണെങ്കിൽ? എന്നിട്ട് ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ കൊണ്ടുപോകും കേട്ടോ. സഹോദരിമാരെ, അടിഭാഗം കുടുസാണ് ഖബർ, മുകൾ ഭാഗം ഒത്തിരി വിശാല. ഇങ്ങനെ ഒരു 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 പോർത്തോണ്ടിലാക്കി ഇങ്ങനെ മയ്യത്തിറക്കും. ഒരാൾക്ക് ഒരു പരിധി വരെ കിടക്കാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ ഖബറിൻ്റെ അടിഭാഗം. ഒന്നിങ്ങനെ ചരിച്ച് കിടത്തും. പച്ച മണ്ണിൻ്റെ ഗന്ധം. ജീവനുള്ള മനുഷ്യനാണ് ഈ മണ്ണിൽ വെച്ചാൽ പച്ച മണ്ണിൻ്റെ ഗന്ധം. എന്നിട്ട് ഈ ഭാഗത്തെ വലഭാഗത്തെ കവിളിൻ്റെ ശീല മാറ്റി മണ്ണിനോട് ചേർത്ത് വെക്കും. 1ാമത്തെ മൂടുകല്ല് വെക്കും കേട്ടോ. ഞങ്ങളൊക്കെ മുകളിൽ നിന്ന് നിൽക്കുകയാട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുകയാട്ടോ. 2ാമത്തെ കല്ല് വെക്കും കേട്ടോ. 3ാമത്തെ കല്ല് വെക്കും കേട്ടോ. മയ്യത്തിങ്ങനെ പകുതി മറയുകയാണ്. 5ഉം 6ഉം 7ഉം 8ഉം കല്ല് വെച്ച് കേട്ടോ. മയ്യത്തൊരു എലിക്കുഞ്ഞിനെ പോലെ കിടക്കുകയാണ് കേട്ടോ. ഈ മീസാൻ കല്ലിൻ്റെ മൂടുകല്ലിൻ്റെ ഗ്യാപ്പിലൂടെ ഒരു വെള്ളപ്പാടേ കാണുന്നുള്ളൂ.
അവിടെ ഇല വെച്ച് മണ്ണ് വെച്ച് തേമ്പും കേട്ടോ. ഒരു സൂചിയുടെ പഴുതുപോലും ഇല്ലാതെ ഖബറിൻ്റെ ഏകാന്ത നിശബ്ദതയിൽ ജീവനുള്ളൊരു മനുഷ്യനാണ് കിടക്കുന്നത്. ഞാനാണ് നിങ്ങളാണെന്ന് ഒന്നൊരു മിനിറ്റ് ഗസ് ചെയ്ത് നോക്കിയത്. സഹിക്കാൻ പറ്റുമോ ഈ ഇരുട്ടിൽ? തകർത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കൂലേ? മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണുവാരിയിടും, മണ്ണ് കുമ്പാരമായി, മീസാങ്കല്ല് കുത്തും, മൈലാഞ്ചി ചെടി കുത്തും, ഇത്തിരി വെള്ളമൊഴിക്കും, പ്രാഥമികമായ കർത്തവ്യങ്ങളും പ്രാർത്ഥനകളും നടക്കും. എല്ലാവരും പിരിഞ്ഞു പോവുക. എത്ര ഇഷ്ടമുള്ള മകനാണെങ്കിലും അവിടെ നിൽക്കില്ല. പ്രണയിക്കുന്ന പ്രേമനായകൻ അവിടെ നിൽക്കില്ല. ബാപ്പ നിൽക്കില്ല. ഒരാളും നിൽക്കില്ല. അന്നത്തെ രാത്രി പള്ളിക്കാട്ടിൽ ഇരുട്ട് മൂടുമ്പോൾ നിതാന്തമായ ഇരുട്ടിൽ എത്രയോ വർഷം പോയി ആൾക്കാർ കിടക്കുന്ന ഖബറിൽ ഇന്ന് നിങ്ങൾ ഞെട്ടി ഉണരുമെന്ന് എനിക്ക് തോന്നുന്നു. ആ കാടുകളിൽ കാറ്റ് പിടിക്കുമ്പോഴുള്ള ഹൂങ്കാരവം. വീട്ടിലെ ആൾക്കാരുണ്ടാവും, സങ്കടത്തിൽ കരയാണെങ്കിലും വീട്ടിലെ ആൾക്കാർ മൗലൂദൊക്കെ ഓതി നെയ്ച്ചോറ് നിന്ന് കിടക്കുന്നുണ്ടാവും. പക്ഷെ ആ ഖബറിൻ്റെ ആദ്യത്തെ രാത്രിയിലെ എത്രമേൽ ഭീകരമായിരിക്കും രംഗമല്ലേ. ഒരു ദിവസം കൊണ്ട് ഖബർ പൊളിച്ച് പോരാൻ പറ്റത്തില്ല. സഹസ്രാബ്ദങ്ങൾ, മന്വന്തരങ്ങൾ ഖബറിലിങ്ങനെ സൂറന്ന കാഹളത്തിലെ പുനരുത്ഥാന ദിനം വരെ കിടക്കുന്ന അവസ്ഥ. നാട്ടിൽ കല്യാണം നടക്കും, ആഘോഷവും സമ്മേളനവും എല്ലാം കടന്നു പോകുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത അനന്തമായ കിടപ്പ്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തില പരസ്പരം തിന്നുന്നതിൽ. കാർഡിലെ റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണത് കൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിനവും കൊണ്ടേ, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. അത്രയേ ഉള്ളൂ നമ്മുടെ ലൈഫ്. ഖബറിൻ്റെ മൂടുകല്ല് പൊളിച്ചിട്ടൊന്ന് പുറത്തേക്ക് വന്നിട്ട് ഒന്ന് ശ്വസിക്കാൻ തോന്നുന്നില്ലേ? പറ്റുന്നില്ല. അനന്തമായ കിടപ്പാണ്. ഇനി എന്താ നിങ്ങളോട് ഞാൻ പറയാം? അതുകൊണ്ട് സ്നേഹിച്ച് ജീവിക്കാൻ കഴിയുക. കുറേ ഇബാദത്തൊന്നും ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. എന്നാലും കൈ കൊണ്ടോ മനസ്സുകൊണ്ടോ നാവ് കൊണ്ടോ ഒരാളെയും ദ്രോഹിക്കില്ല എന്ന് കരുതും. ഞാനിത് അഡ്വൈസായി പറയുന്നത് ഞാൻ ആരുടെ ഇബത്ത് പറയാറില്ല എന്നതുകൊണ്ടാണ്. അത് ഞാൻ അഭിമാനത്തോടെ പ്രസംഗത്തിലും പറയാറുണ്ട്, ഒരു തരത്തിലും പറയാൻ ശ്രമിക്കാറില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് തഹജ്ജുദ് നിസ്കരിക്കൂ, വിത്ർ നിസ്കരിക്കൂ, ളുഹാ നിസ്കരിക്കൂ എന്നൊന്നും പറയാത്തത് എന്താണ്? പലപ്പോഴും എനിക്ക് പറ്റാത്ത കാര്യമാണ്. പറ്റാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. 26 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നബിയെ സ്നേഹിക്കണേ എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ? ഞാൻ സ്നേഹിക്കുന്നില്ല, ഞാൻ നബിയെ സ്നേഹിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവിലേക്കാണ് നയിച്ചത്. അതുപോലെ ഇതും പറയുന്നു. അതൊക്കെ ഇബാദത്ത് കുറച്ച് കുറവാണെങ്കിൽ പോലും ഫർദിൻ്റെ കാര്യമില്ല, സുന്നത്തിൻ്റെ കാര്യം ഒരാളെയും ദ്രോഹിക്കേണ്ട. ഈ പെരുന്നാളിൽ എനിക്ക് നിങ്ങളോട് നൽകാനുള്ളൊരു വലിയ സന്ദേശം ഇതാണ്. പെരുന്നാളുകളും നോമ്പൊക്കെ ഇനിയും വരും. ഈ നോമ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട അനിവാര്യമായ ഒരു പാഠം ഇതല്ലെങ്കിൽ പട്ടിണിയാണ് കൂട്ടുകാരെ റമദാൻ. നല്ലൊരു മനുഷ്യനാകാൻ കഴിയുമെന്നുള്ളതാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യൻ എന്നല്ല എൻ്റെ വ്യാഖ്യാനം. ഇബാദത്ത് ഫർളൊക്കെ ചെയ്യട്ടെ, സുന്നത്ത് അതൊക്കെ അവനും അള്ളാഹും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. പകരം പ്രസന്നവദനായി ഒരാളോട് പുഞ്ചിരിക്കാനെങ്കിൽ നമുക്ക് കഴിയണം. ഇൻഷാ അല്ലാഹ് പറയേ സദഖയാണ് ഒരാളോട് ചിരിക്കുക എന്നുള്ളത്. ആരെങ്കിലും നിങ്ങളോട് ഒരാളോട് ഗീബത്ത് പറയുകയാണെങ്കിൽ മോനെ അസ്സലാം അലൈക്കും, കാറുസലാം എന്നോട് പറയണ്ടടാ എന്ന് പറയാനുള്ള ധാർഷ്ട്യം. ഫേസ്ബുക്കിൽ ആരെങ്കിലും പറ്റി ഒരു അപവാദം വന്നാൽ അത് ഷെയർ ബട്ടൺ അമർത്താൻ നോക്കുമ്പോൾ ഈ രാവിലെ ഈ 1 മണിക്കൂറിലെ വർത്തമാനം നിങ്ങളുടെ മനസ്സിൽ ചുരമാന്തണം. എന്ത് ലാഭമാണ് ഒരാൾ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ, അത് പൊളിറ്റിക്സിൻ്റെ പേരിലാകട്ടെ, മതസംഘടനകളുടെ വൈരമാകട്ടെ, വ്യക്തിപരമായ ആക്ഷേപമാകട്ടെ, എന്തിനാണത്? നമുക്ക് ബോധ്യപ്പെടുന്ന സത്യമാണെങ്കിൽ ആശയമാണെങ്കിൽ അവയാണ് പ്രചരിപ്പിക്കേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുക, ഒരു തരത്തിലുള്ള മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. സോഷ്യൽ മൊറാലിറ്റി അത്രേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹിപ്പിക്കാൻ കഴിയുക. എല്ലാവരോടും നന്ദി, താങ്ക് യു. ഇതല്ലാതെ ഈ പെരുന്നാളിന് നൽകാൻ
ഞാനത് വേറൊരു വഴിയിലൂടെ ഇങ്ങനെ മനസ്സിനെ കൊണ്ടുവരികയായിരുന്നു. അതൊരു മനഃശാസ്ത്രപരമായ യാത്രയിലൂടെ നിങ്ങളെ കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അല്ലാതെ പെരുന്നാളിന് ഒരു മാസക്കാലം നിങ്ങൾ നേടിയെടുത്ത ഈ ആത്മവിശുദ്ധി അടുത്ത കൊല്ലം തന്നെ അങ്ങനെയൊക്കെയുള്ള ക്ലീഷേ പറയാൻ എനിക്ക് പറ്റത്തില്ല. നാളെ നിങ്ങൾ ആഘോഷങ്ങൾ അതിര് കടക്കരുത്, അങ്ങനെ അതൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ പറയാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നിരാശപ്പെടണ്ട. ഒരുപാട് പ്രയാസങ്ങൾ എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, രോഗബാധയുണ്ട്, ഒരുപാട്. ആരാണ് ഇവിടെ പ്രശ്നമില്ലാത്തത്? ആർക്കാണ് ഇവിടെ പ്രശ്നമില്ലാത്തത്? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് കൂട്ടുകാരെ. നിങ്ങൾ വിഷമിക്കേണ്ട. സൗന്ദര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ സൗന്ദര്യമുള്ള ഒരാളെ നോക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പൈസ ഉള്ള ഒരാളെ കുറിച്ച് പഠിച്ചോൻ എനിക്ക് കാറില്ലല്ലോ എന്നൊന്നും കരുതി ചിന്തിച്ച് വിഷമിക്കേണ്ട. അള്ളാഹു യൂത്തി മയ്യശ, അള്ളാഹു ഉദ്ദേശിച്ചൊക്കെ കിട്ടുള്ളൂ. അതാണ് തൗഹീദ്. അത് വിശ്വസിക്കാതെ കുറേ നോമ്പ് നോക്കിയിട്ട് എന്താ കാര്യം? പിന്നെ കുറേ ഹജ്ജ് ചെയ്തിട്ട് ഉംറ ചെയ്തിട്ട് എന്താ കാര്യം? എനിക്ക് തോന്നുന്നു നിസ്കരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഗീബത്ത് പറയുന്നത്. ഞാൻ ഇമോഷണലായി പോയി, തെറ്റായി ക്ഷമിക്കുക. ഏറ്റവും കൂടുതൽ ഗീബത്ത് പറയുന്നതെന്ന് എനിക്ക് തോന്നാറുള്ളത് സത്യം. ഇതല്ലാതെ ഹൃദയം തുറന്ന് ഈ പെരുന്നാളിലൊന്നും പറയാറില്ല. നാളത്തെ പ്രഭാതം, നാളത്തെ ഉഷസ്സുണരുമ്പോൾ മനസ്സ് തണുത്ത് ആരോടും പകയില്ലാത്ത മനോഹരമായൊരു പകലാകട്ടെ. ആരോടെങ്കിലുമൊക്കെ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച്, തെറ്റ് നമ്മുടെ ഭാഗത്തോ അയാളുടെ ഭാഗത്താവട്ടെ, അസ്സലാമു അലൈക്കും, തെറ്റുപറ്റിപ്പോയി സഹോദര, ക്ഷമിച്ചേക്കും. നമ്മുടെ കുടുംബത്തിൽ വാപ്പായും ഉമ്മായും തമ്മിൽ തെറ്റുണ്ടാവും. ജ്യേഷ്ഠനും അനുജനും, അമ്മായിയും മരുമകളും, നാത്തൂന്മാരും ഒക്കെ ഉണ്ടാവും. ഒന്ന് പൊരുത്തപ്പെടാൻ. ഏത് നിമിഷവും വണ്ടി വരും. ഇതല്ലാതെ ഹൃദയം തുറന്നു പറയാൻ ഒന്നുമില്ല സഹോദരങ്ങളെ. ഞാനൊരു വിശുദ്ധനായിട്ട് പറയല്ല. ഒരുപാട് ചിന്തകളുടെയൊക്കെ ഫലമായി ഇബാദത്തൊന്നുള്ള ആളല്ല. പക്ഷേ ആ കബറ് കിടക്കാൻ അന്നത്തെ ദിവസത്തെ ആലോചിച്ചാൽ മതി. എന്തിനും നരകത്തെക്കുറിച്ച് പറയണം, എന്തിനാ മഹ്ശറയെക്കുറിച്ച് പറയണം, എന്തിനു സിറാത്ത് പാലത്തെക്കുറിച്ച് പറയണം. അവിടെ കിടക്കുന്ന അന്നത്തെ പരിപാടി തീർന്നില്ലേ, മണ്ണായിപ്പോയില്ലേ. അഴുകുന്നതാണൊരു 3 ദിനവും കൊണ്ടേ സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2. വാഹൃദാന. താങ്ക് യു ഓൾ. ബഷീർ ബൈസി ദേശമംഗലം. അപ്പോൾ നമുക്ക് ഈ പെരുന്നാളിൻ്റെ മനോഹരമായ ഈ രാത്രി ഇനി എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. ഇപ്പോൾ കമൻറ്റിൽ സ്റ്റക്കായി പോയെന്ന് എനിക്കറിയാം. ഞാൻ ഒന്നുകൂടി കരയിപ്പിച്ചെങ്കിൽ ഐ എം റിയലി സോറി. അത് പലം ചെയ്യും. ചിരിക്കേണ്ട ഈ രാത്രി. ഇനി നമുക്ക് 2 തമാശ പറഞ്ഞിരിക്കാം. പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. ഷബീർ തുപ്പംപെടിയിൽ ഇപ്പോഴും 539 ആളുണ്ട് ഉസ്താദ്. ഈ കൊറോണ കാലത്ത് മരിക്കാതിരിക്കട്ടെ എന്നാണ് വിചാരിച്ചാൽ. അതെ, കൊറോണ കാലത്ത് മരിച്ച ഷഹീദിൻ്റെ കൂലി കിട്ടും. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ ആളില്ല. ഹീലർ ഇൻഷാ അല്ലാഹ്. ആർക്കെങ്കിലും കരച്ചിൽ വന്നോ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ സർപ്രൈസായ വെറൈറ്റിയായ പെരുന്നാൾ വിഷസ്. ഇതാണ് ബെസ്റ്റ് വിഷസ് ആൻഡ് സക്സസ്ഫുള്ളി യുവർ ഫ്യൂച്ചർ ഫാമിലി ലൈഫ് ആൻഡ് ജോബ് ലൈഫ്. Allah bless you all. Take care. സുലൈമാൻ മദീന. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളത് കട്ടാക്കും.